നാം ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത് എബ്രായർ 9:1-15 വരെ. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, ഹല്ലേലൂയ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ചു. അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നാലെ അതിവിശുദ്ധം എന്ന കൂടാരമുണ്ടായിരുന്നു. അതിൽ പൊന്നു കൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്ക് വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനെ ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണശാലകത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തിൻ്റെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. Lord, prepare me to be a sanctuary, pure and holy, tried and true, with thanksgiving. I'll be a living sanctuary for you. Lord, prepare me to be a sanctuary, pure and holy, tried and true, with thanksgiving. I'll be a living sanctuary for you. With thanksgiving, I'll be a living sanctuary for you. For I worship you, I worship you, oh Lord. The reason I live is to worship you. I worship you, I worship you, oh Lord.
the reason I live. Is to worship you. The title of this message, the meeting, സമ്മേളനം. സമ്മേളനം. നിങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്കൊരു മീറ്റിങ്ങിന് ക്ഷണം വന്നിട്ടുണ്ട്. ദ മീറ്റിംഗ് ഇന്ന് ജീവിച്ച് നാളെ മരിക്കാൻ പോകുന്ന മനുഷ്യനുമായിട്ടുമല്ല, പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവാം ദൈവമായി ഒരിക്കലല്ല, വല്ലപ്പോഴുമല്ല, എന്നും നിങ്ങൾക്കൊരു സമ്മേളനം, ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നും നിങ്ങൾക്കൊരു സമ്മേളനമുണ്ട്. എബ്രായലേഖനത്തിൽ ഗ്രേറ്റ്നെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 8 ആഴ്ചകളായി നാം ദൈവകൃപയാൽ ധ്യാനിച്ചു വരുന്നത്. യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ഇടയ്ക്കിടയ്ക്ക് പഴയ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ആ വിശ്വാസികളെ വീണ്ടും കർത്താവിൽ ഉറപ്പിപ്പാൻ, അവരെ വീണ്ടും കൃപയിൽ ജ്വലിപ്പിപ്പാൻ ലേഖനകർത്താവ് ഈ ലേഖനം എഴുതിയിട്ട് പറയുന്നു, പ്രവാചകന്മാരല്ല വലുത്, പ്രവാചകന്മാരെക്കാൾ യേശുവാണ് വലുത്. ദൂതന്മാരല്ല വലുത്. ദൂതന്മാരെ ഇന്നും നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം വിന്യസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവാണ് ദൂതന്മാരെക്കാൾ വലുത്. നിങ്ങൾക്ക് വലിയൊരു നേതാവുണ്ടായിരിക്കാം, അവൻ്റെ പേര് മോശ എന്നാണ്. എന്നാൽ മോശയല്ല വലുത്. മോശയേക്കാൾ യേശു കർത്താവാണ് വലുത്. വാഗ്ദത്ത ദേശത്തിൻ്റെ ഭാഗികം മാത്രം കൊണ്ട് അവസാനിപ്പിച്ച യോശുവയല്ല വലുത്. വാഗ്ദത്തത്തിൻ്റെ അങ്ങേയറ്റം വരെ മുഴുവൻ വാഗ്ദത്വവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. അവനാണ് യോശുവയേക്കാൾ വലിയവൻ. മൽക്കീശേദക്ക് ഭൂമിയിൽ നിന്ന് ശുശ്രൂഷിച്ചു, പക്ഷെ യേശു മൽക്കീശേദക്കിനേക്കാൾ വലിയവനാണ്. അഹരോൻ മഹാപുരോഹിതനാണ്, പക്ഷേ ദ നേഷൻ ഓഫ് ഇസ്രായേലിന് മാത്രം അവൻ മഹാപുരോഹിതനായിരുന്നെങ്കിൽ യേശു കർത്താവ് ഒരു രാജ്യം കൊണ്ടോ ഒരു കൾച്ചർ കൊണ്ടോ ഒരു കളർ കൊണ്ടോ അവൻ ഒതുങ്ങുന്നില്ല. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായി തുടരുന്നു. സ്തോത്രം. 7-ാമതായി നാം കേട്ടു, അവൻ പഴയ നിയമത്തെക്കാൾ അവൻ വലിയവനാണ്. ഇന്ന് പകൽ 8-ാമതായി നാം കേൾക്കുന്നു, ഹി ഈസ് ഗ്രേറ്റർ ദാൻ ടാബർനാക്കിൾ. യേശു കർത്താവ് കൂടാരങ്ങളെ ആവർത്തിച്ച് ബിജിനിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു, യേശു സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ്. എല്ലാവരും പറഞ്ഞില്ല ആമേൻ. അതുകൊണ്ട് നമുക്ക് ശബ്ദമുയർത്തി വീട്ടിൽ പറയുന്ന ഒച്ചയിൽ പറയാം, യേശു. കേട്ടില്ല? യേശു കർത്താവ് സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ്. ചില വീടുകളിൽ ഭയങ്കര സമാധാനം ഉണ്ടാണല്ലോ. ചർച്ചയിൽ വരുമ്പോൾ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എവിടെ വരുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അല്പം കൂടെ വോളിയം കൂടി പറഞ്ഞാട്ടെ, യേശു കർത്താവ് സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ്. തിരുവചനം പറയുന്നു, 4000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ ജനത്തോട് സംസാരിപ്പാൻ, സമ്മേളിപ്പാൻ ഗാളി മെത്തേഡായി, ദൈവത്തിൻ്റെ പദ്ധതിയായി, ദൈവത്തിൻ്റെ മെത്തേഡായി 45 അടി നീളവും 15 അടി വീതിയുമുള്ളതായ ഒരു കൂടാരത്തെ ദൈവം മോശയ്ക്ക് പർവ്വതത്തിൽ കാണിച്ച് ചമപ്പാൻ ആവശ്യപ്പെട്ടു. വീണ്ടും ആവർത്തിക്കട്ടെ, 45 അടി നീളവും 15 അടി വീതിയും. അതിന് 3 കമ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. കാരണം ദൈവത്തിന് ആ ജനത്തോട് സമ്മേളിക്കണം, ദൈവത്തിന് ആ ജനത്തോട് കൂടെ സംസാരിക്കണം. ഇവിടെ ചില പുള്ളികൾ വന്നിട്ടുണ്ട്.
ഇവർക്ക് വെറുതെ ഇരിപ്പാൻ കഴിയത്തില്ല, അവർക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് ദൈവവും. ഏദെൻ തോട്ടത്തിൽ 2 പേരോട് മഹത്വത്തിൽ ദൈവം സംസാരിച്ച് നടന്നു. പക്ഷേ പാപം മനുഷ്യനെ സെപ്പറേറ്റ് ചെയ്തു. ആ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഓരോ തലമുറകളിൽ ഇടയ്ക്കിടയ്ക്ക് ചിലരെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ്. ഹാനോക്കാകട്ടെ, നോഹ, അബ്രഹാം, മോശ, ചില ഇൻഡിവിജ്വൽസിനെ, ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത് അവരോട് ദൈവം സംസാരിച്ചു. അതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ ആദാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി സംസാരിക്കുകയല്ല, പകരം വെയിൽ ആറുന്ന സമയത്ത് ദൈവം ആദാമിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്. ആവർത്തിച്ച് കേൾക്കുക. നിങ്ങൾ ദൈവത്തോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ദൈവം നിങ്ങളോട് കൂടെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഏത് പരിതസ്ഥിതിയിലും ദൈവം നിങ്ങളോട് കൂടെ സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി നല്ലൊരാമേൻ പറഞ്ഞാടെ. സോ ദൈവം തൻ്റെ ജനത്തോട് കൂടെ വസിപ്പാൻ, കൂടെ ഇരിപ്പാൻ, കൂടെ സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ടാബർനാക്കിൾ അഥവാ സമാഗമന കൂടാരം എന്ന പാറ്റേണിൽ ദൈവത്തിൻ്റെ ഹൃദയം പറയട്ടെ, ചില വ്യക്തികളോടല്ല, ഏതോ കുടുംബങ്ങളോടെയല്ല. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുണ്ടല്ലോ, ആ ഗോത്രത്തിൽ ഏതെങ്കിലും ഒരു ഗോത്രത്തോടല്ല, പകരം മുഴുവനായി ആ രാജ്യത്തോട് തന്നെ സംസാരിപ്പാനും സമ്മേളിപ്പാനും ദൈവം ആഗ്രഹിച്ചു. ഒരു രാജ്യത്തോട് തന്നെ സ്തോത്രം അത് സംസാരിപ്പാൻ സമ്മേളിപ്പാൻ ദൈവം ആഗ്രഹിച്ചു. സഹോദരി സഹോദരന്മാരെ, വ്യക്തികളിൽ തുടങ്ങിയതായ ബന്ധം ഇപ്പോഴത്തെ മോശയുടെ കാലമായപ്പോൾ ഒരു രാജ്യത്തിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ അല്പവും മടി കൂടാതെ പറയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം കുറയുന്നതല്ല, വർദ്ധിക്കുന്നതാണ്. വ്യക്തികളിലാണ് തുടങ്ങിയത്. ആരംഭം വളരെ ചെറുതായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആഗപ്പെ ലവ്, ദൈവത്തിൻ്റെ സ്നേഹം അത് വർദ്ധിക്കുകയാണ്. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും ആദം പാപം ചെയ്ത് വീണു, മഹാജലപ്രളയമുണ്ടായി, ബാബേൽ ടവർ പണിതു, ബാബേൽ ഗോപുരം പണിതു, നിമ്രോദ് ഉണ്ടായിരുന്നു. അങ്ങനെ പല നെഗറ്റിവിറ്റി കഴിഞ്ഞ കാലങ്ങളിലുണ്ടെങ്കിലും ഇപ്പോൾ ദൈവം പറയുന്നു, നോ, ഐ വാണ്ട് ടു ഡ്വെൽ അമംഗ് മൈ പീപ്പിൾ. എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്പെസിഫൈ ചെയ്ത് പേഴ്സണലി നിങ്ങളുടെ വ്യക്തിപരമായി നോക്കി പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ തകർച്ചകൾ നിങ്ങൾക്ക് വന്നാലും, എന്തൊക്കെ മോശത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഏതൊക്കെ സ്വപ്ന കൂടുകൾ തകർക്കപ്പെട്ടാലും, എത്ര വലിയ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് കൂടെ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ 54:10 നമുക്കറിയാം, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ധൈര്യമായിരിക്കുക. ഇന്നലകളിൽ എത്ര വലിയ തകർച്ചകളും വീഴ്ചകളും പിന്മാറ്റങ്ങളും വഴുവഴുപ്പുകളും ഒക്കെ വന്നാലും ദൈവത്തിൽ നിന്ന് നീ അകന്ന് കാണും. ദൈവം നിന്നിൽ നിന്ന് അകന്നിട്ടേ ഇല്ല. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. അത് വിശ്വസിക്കുന്നവരെ കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാൽ, അതെ, സമ്മേളനം, ദ മീറ്റിംഗ്, ദൈവം നിന്നോട് കൂടെ ഇരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ നോക്കിയാൽ പല പല മീറ്റിംഗ്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 2 വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടിയതായ മീറ്റിംഗ്, രാജ്യത്തിൻ്റെ നേതാക്കന്മാർ കണ്ടുമുട്ടിയതായ മീറ്റിംഗ്. സ്തോത്രം. ഉദാഹരണമായി ചരിത്രം മാത്രമല്ല, സഭയെ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതായ അതേ മീറ്റിംഗ് ആയിരുന്നു ഹെൻറി മോർട്ടൺ സ്റ്റാലിയും ഡേവിഡ് ലിവിങ്സ്റ്റണും തമ്മിൽ ടാൻസാനിയയിൽ വെച്ച് കണ്ടുമുട്ടിയതായ മീറ്റിംഗ്. 1871
ആണ് അത് സംഭവിച്ചത്. സ്തോത്രം. അതെ, 1871 ഡേവിഡ് ലിവിങ്സ്റ്റൺ അപ്രത്യക്ഷനായി എന്നാണ് പാശ്ചാത്യ ലോകം വിശ്വസിച്ചത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ മിഷണറിയാണ്, അതും ഒരു മെഡിക്കൽ ഡോക്ടറാണ്. പക്ഷേ അന്ന് ഇതുപോലെയുള്ളതായ സ്തോത്രം അത് ടെക്നോളജിക്കോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നുമല്ല, വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും അന്നില്ല, ഈവൻ ടെലിഫോൺ പോലുമില്ല. 1871 എത്രയോ മാസങ്ങളായി, ചിലപ്പോൾ വർഷങ്ങളായി ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് സ്തോത്രം അതെ കേട്ടിട്ട് താൻ ആഫ്രിക്കയിലാണ് ആയിരിക്കുന്നത്. ക്രൂര മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ആഫ്രിക്കയിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ചുപോയി എന്ന പാശ്ചാത്യ ദേശം സ്തോത്രം ചിന്തിക്കുമ്പോൾ വളരെ പ്രാവീണ്യമുള്ളതായ ഹെൻറി മോർട്ടൺ സ്റ്റാലിയെ ആഫ്രിക്കയിലേക്ക് പറഞ്ഞേക്കുകയും അദ്ദേഹം സ്തോത്രം അദ്ദേഹത്തെ ഡേവിഡ് ലിവിങ്സ്റ്റനെ കാണുകയും ചെയ്യുന്നു. അതാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷേ പ്രസിദ്ധമായിട്ടുള്ള ഒരു സെന്റൻസ് പറഞ്ഞു, ഐ പ്രസ്യൂം, ദാറ്റ് മീൻസ് ഞാൻ അനുമാനിക്കുന്നു, നിങ്ങൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് ഞാൻ അനുമാനിക്കുന്നു. അങ്ങനെ ഒരു ബുക്ക് എഴുതി, അത് പ്രസിദ്ധമായി. അതെ, സമ്മേളനങ്ങൾ, മീറ്റിംഗ്സ് വീണ്ടുമുണ്ട്. സ്തോത്രം സമ്മേളനങ്ങൾ. 1498 മെയ് മാസത്തിൽ വാസ്കോ ഡി ഗാമ, എത്ര പേർ കേട്ടിട്ടുണ്ട് വാസ്കോ ഡി ഗാമ? സോഷ്യൽ സ്റ്റഡീസ് അല്ല, സുവിശേഷ യോഗ, അതെ സഭായോഗ. സ്തോത്രം. വാസ്കോ ഡി ഗാമ 1498 അതെ കടന്നു വന്ന് സാമൂതിരിയുമായി സമ്മേളിച്ച സമ്മേളനം. വാസ്കോ ഡി ഗാമ സാമൂതിരിയെ കണ്ടത് നിമിത്തം യൂറോപ്പും ഇന്ത്യയുമായിട്ടുള്ള സമുദ്ര ജലപാത അമേസിംഗ് ആയി തുറക്കപ്പെട്ട് വാണിജ്യത്തിന് വലിയൊരു വേദി ഒരുക്കുകയുണ്ടായി. പല മീറ്റിംഗ്സ് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. വിൻസ്റ്റൺ ചർച്ചിലും അതെ സ്തോത്രം റഷ് അന്നത്തെ USSRന്റെ നേതാവ് തമ്മിൽ കണ്ടുമുട്ടിയതായ സ്തോത്രം അതെ മീറ്റിംഗ്സ്. സ്റ്റാലിനുമായി കണ്ടുമുട്ടിയത്, ചർച്ചിലും സ്റ്റാലിനും കണ്ടുമുട്ടിയത് ഒരുപക്ഷെ അവർ കാണാതിരുന്നെങ്കിൽ ലോക ചരിത്രം തന്നെ മറ്റൊന്നായനെ. വേൾഡ് വാർ II മറ്റൊന്ന് ആയിത്തീരുന്നതിന്. പക്ഷേ ആ മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്തോത്രം വേൾഡ് വാറിനെ സ്വാധീനിച്ചത്. ചരിത്രം ഈ വഴിക്ക് നീങ്ങിയത്. ചില മീറ്റിംഗ്സ് സ്തോത്രം ചരിത്രത്തെ ഉളവാക്കുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം 2001 സെപ്റ്റംബർ മാസം 11 2 പ്ലെയിനുകളെ വേൾഡ് ട്രേഡ് സെന്ററിൽ ഇടിച്ചു കയറ്റിയപ്പോൾ അമേരിക്കൻ ഫോർഫ്രണ്ട് ലീഡർഷിപ്പ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അവർ നടത്തിയ മീറ്റിംഗ് വളരെ പ്രസിദ്ധമാണ്. നെറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പ്രസിഡന്റ് ഇമ്മീഡിയറ്റായി അതേ യോഗം വിളിച്ചു കൂട്ടിയത് ഭൂമിയിലല്ല, 45,000 അടി ഉയരത്തിൽ എയർഫോഴ്സ് നമ്പർ 1 ജോർജ് W. ബുഷ് എമർജൻസിയായി തൻ്റെ ക്ലോസ് സർക്കിളായ ആൾക്കാരുമായി ഈ യോഗം കൂടിയത്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഫ്ലോറിഡയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹം യാത്ര ചെയ്യാണ്. എയർഫോഴ്സ് നമ്പർ 1 45,000 ഫീറ്റ് 45,000 അടി ഉയരത്തിൽ പ്രസിഡന്റിന്റെ യോഗം നടക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി യോഗം നടത്തിയത് സ്തോത്രം 40 അടി താഴ്ചയുള്ള ബങ്കറിൽ വാഷിംഗ്ടൺ DC-യിൽ. ഭൂമിക്കടിയിൽ വൈസ് പ്രസിഡന്റ് യോഗം നടത്തുന്നു, പ്രസിഡന്റ് ആകാശത്ത് യോഗം നടത്തുന്നു. സമ്മേളനങ്ങൾ ഇതുപോലെ പ്രസിഡന്റുമാരുടെ, പ്രധാനമന്ത്രിമാരുടെ, സൈന്യ തലവന്മാരുടെ, രാഷ്ട്ര നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ, സ്തോത്രം ഇങ്ങനെയുള്ള അനേകരുടെ സമ്മേളനങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പല മീറ്റിംഗ്സ് റാഡിക്കൽ ചേഞ്ച് ചരിത്രത്തിൽ കൊണ്ടുവന്നു. പല സ്തോത്രം സമ്മേളനങ്ങൾ ചരിത്രത്തെ സ്വാധീനിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറവാൻ കഴിയുന്നത് സ്തോത്രം അതെ ഏതോ ചരിത്രമല്ല, ഏതോ പ്രത്യേക മറ്റേതോ ഒരു കാര്യമല്ല. പകരം സ്തോത്രം ഉടഞ്ഞു കിടക്കുന്ന, ചിതറിക്കിടക്കുന്ന, തകർന്നു കിടക്കുന്ന നിന്റെ ജീവിതത്തെ പണിയുവാൻ, എത്തേണ്ട സ്ഥാനങ്ങളിൽ തന്നെ എത്തിക്കുന്ന, മാനിക്കേണ്ട വിധത്തിൽ തന്നെ മാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവുമായി നിനക്കൊരു സമ്മേളനം ആവശ്യമല്ല, അത്യാവശ്യമാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഗതി മാറുവാൻ, നിന്റെ ലൈഫിൻ്റെ അവസ്ഥ മാറുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്കൊരു സമ്മേളനം സ്തോത്രം അത്യാവശ്യമാണ്. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, ഒരു ഇൻവിറ്റേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ നിനക്കൊരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നു, ഒരു ക്ഷണം വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? സ്തോത്രം അതേ കർത്താവുമായി, ദൈവവുമായി ഒരു സമ്മേളനത്തിന് വേണ്ടി നിനക്കൊരു ക്ഷണമുണ്ട്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഒരു ഇൻവിറ്റേഷൻ എനിക്കുണ്ട്. പെട്ടെന്ന് പറ.
ഒരു ഇൻവിറ്റേഷനുണ്ട്. പക്ഷേ പിതാവായ ദൈവവുമായി നിങ്ങൾ സമ്മേളിപ്പാൻ അമ്മ മറിയയിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശനമില്ല. ദൂതന്മാരെ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രവേശനമില്ല. ഏതോ ഗീവർഗീസോ ഏതോ ത്രേസ്യാമിയോ ഏതോ വത്സമയെ വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കൊണ്ട് കഴിയത്തില്ല. ഒരു പ്രവാചകനിലൂടെ, ഒരു പുരോഹിതനിലൂടെ, ഒരു പാസ്റ്ററിലൂടെ, ഒരു സംഘടനയിലൂടെ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കൊണ്ട് കഴിയത്തില്ല. കാരണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു കർത്താവ് പറഞ്ഞു, ഞാനല്ലാതെ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ എത്തുന്നതേ ഇല്ല. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 6-7 വാക്യത്തിൽ യേശു പറഞ്ഞു, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. യേശു എന്താ പറഞ്ഞത്? ഞാനും പല വഴികളിൽ ഒരു വഴി എന്നല്ല, ഞാൻ പല സത്യങ്ങളിൽ ഒരു സത്യം എന്നല്ല, ഞാൻ പല ജീവനിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് ജീവൻ എന്നല്ല. വേറൊരു വഴി ഇല്ല, വേറൊരു സത്യം ഇല്ല, വേറൊരു ജീവനും ഇല്ല. സോ യേശു കർത്താവിലൂടെ അല്ലാതെ ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് എത്തുവാൻ കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. തോമസിനോട് കർത്താവ് ഈ പ്രകാരം പറഞ്ഞു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടെ, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. അതെ, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നു. യോഹന്നാൻ 10:30 വായിക്കുമ്പോൾ, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കുന്നു. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരും ദൈവത്തെ കണ്ടിട്ടേ ഇല്ല. 1 തീമോഥെയോസിന്റെ 6 അധ്യായം 17 വാക്യം തിരുവചനം പറയുന്നു, ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ കണ്ട് ആർക്കും ജീവനോടെ ഇരിപ്പാൻ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ യോഹന്നാൻ 1:17 പറയുന്നു, ആ അദൃശ്യനായ ദൈവത്തെ മടിയിലിരിക്കുന്നതായ യേശു കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സോ ദൈവത്തെ കാണണമോ? ക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവകൃപയാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, ക്രിസ്തുവുമായി ഒരു പേഴ്സണൽ ബന്ധത്തിൽ വന്ന്, യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന് യേശുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. തിരുവചനം അങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ ഇടയൻ. പറഞ്ഞാട്ടെ, എന്താണ് യഹോവ എൻ്റെ ഇടയൻ? യേശു കർത്താവ് നിന്റെ ഇടയനായി തീരണം. യേശു എൻ്റെ പപ്പയുടെ ഇടയൻ എന്നല്ല, യേശു എൻ്റെ അമ്മയുടെ ഇടയൻ എന്നല്ല, യേശു എൻ്റെ ഇടയൻ. ആ പേഴ്സണൽ ബന്ധത്തിലൂടെ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് സ്തോത്രം ദൈവത്തെ നിനക്ക് കണ്ടുമുട്ടുവാൻ കഴിയത്തുള്ളൂ. ദൈവമാണ് നിന്റെ അവസ്ഥകളെ മാറ്റുന്നത്, ദൈവമാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്, ദൈവമാണ് വാതിലുകൾ തുറക്കേണ്ടത്, വഴികളെ ഒരുക്കേണ്ടത്, നിന്നെ മാനിക്കേണ്ടത്, നിന്നെ സഹായിക്കേണ്ടത്. ദൈവത്തിൻ്റെ സഹായം ഇല്ലെങ്കിൽ ലൈഫ് വ്യർത്ഥമാണ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ യേശു എന്ന വാതിലൂടെ മാത്രമേ കടക്കുവാൻ കഴിയത്തുള്ളൂ. യോഹന്നാൻ സുവിശേഷം 10:7 യേശു കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. സ്തോത്രം, ഞാൻ വാതിലാകുന്നു. ഹി ഈസ് ദ ഡോർ ഓഫ് ദ ഷീപ്പ്. യോഹന്നാൻ 10:7 യേശു കർത്താവ് അടഞ്ഞ വാതിലല്ല, പകരം കാൽവരി ക്രൂശിന്മേൽ അവൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലായി. യോഹന്നാൻ സുവിശേഷം 19 അധ്യായം 34 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, അതേ സ്തോത്രം, തിരുവചനം പറയുന്നു, യേശു കർത്താവ് ക്രൂശിന്മേൽ അവൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലായി. ഓഫ് കോഴ്സ് ഈ ടീച്ചിങ്ങിൽ, ഈ പ്രീച്ചിങ്ങിൽ ഇന്ന് പകൽ 150-നും 200-നും അധികമുള്ളതായ റെഫറൻസ് ആണ് ഞാൻ നോക്കുമ്പോൾ ഏകദേശം കാണാൻ കഴിയുന്നത്. സ്തോത്രം, ദൈവകൃപയാൽ സ്ലോലി നിങ്ങൾക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് എഴുതിയെടുപ്പാൻ കൊണ്ട് കഴിയും. പക്ഷേ ശ്രദ്ധിച്ചിരുന്നാട്ടെ, നിങ്ങളുടെ മുഴുവൻ അറ്റൻഷനും എനിക്ക് ആവശ്യമാണ്. അടുത്തിരിക്കുന്ന ഒരാളിനെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവവുമായി എനിക്കൊരു സമ്മേളനമുണ്ട്. പറഞ്ഞേ, ദൈവവുമായി ഒരു മീറ്റിംഗ് ഉണ്ട്, ദൈവവുമായി എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, യേശു കർത്താവില്ലാതെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയത്തില്ല. ഒരു ദൂതനിലൂടെയോ ഒരു സംഘടനയിലൂടെയോ ഒരു ചർച്ച് മെമ്പർഷിപ്പിലൂടെയോ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എത്താൻ കഴിയത്തില്ല. ഒരു സ്തോത്ര കാഴ്ചയിലൂടെയോ ദശാംശത്തിലൂടെയോ ഏതെങ്കിലും ചാരിറ്റി വർക്കിലൂടെയോ ദൈവസന്നിധിയിൽ എത്താൻ കഴിയത്തില്ല. യേശുവിനെ മാറ്റി നിർത്തി ഒരു പരിപാടി നടക്കത്തില്ല. യേശുവാണ് ആൽഫ, യേശുവാണ് ഒമേഗ. Let me repeat one more time. ക്രിസ്തീയ ജീവിതത്തിന്റെ ആൽഫ, ആരംഭം യേശുവാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാനവും യേശുവാണ്.
സോ യേശുവിലൂടെ മാത്രമേ ദൈവവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ ഗുണം കഴിയത്തുള്ളൂ. 4000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം താൻ തിരഞ്ഞെടുത്തതായ തൻ്റെ ജനത്തെ നോക്കി ദൈവമായ കർത്താവ് പറഞ്ഞു, ഹേ മോശേ, നീ എനിക്ക് വേണ്ടി ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണം. അതെന്താ കർത്താവേ? എന്താണ് ബുസ്? സ്തോത്രം ഹീബ്രുവിൽ അതാണ് ബുസ്. എന്താണ് കൂടാരം? അങ്ങനെ ഒരു കാര്യം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിന്റെ സമാഗമന കൂടാരം സ്തോത്രം മനുഷ്യന്റെ കൈപ്പണിയല്ല, ഞാൻ തന്നെ നിർമ്മിച്ചതാണ് സ്വർഗത്തിലെ കൂടാരം. എന്നാൽ അതേ പാറ്റേണിൽ നീ പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തരികയാണ്. മോശയുടെ ദൈവം പറയുകയാണ്, പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നു. പർവ്വതത്തിൽ ഞാൻ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം താഴ്വരയിൽ സമനിലത്ത് നീ എനിക്ക് വേണ്ടി സമാഗമന കൂടാരം പണിയണം. പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പറയട്ടെ, പർവ്വതത്തിൽ കണ്ട മാതൃക പ്രകാരം അതേ താഴ്വരയിൽ സമാഗമന കൂടാരം പണിതെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ മാതൃക പ്രകാരം ദൈവത്തിന്റെ സഭ പണിയണം. കാരണം സഭ ദൈവത്തിൻ്റെതാണ്. സഭ ഏതോ കൗൺസിലിൻ്റെതല്ല, കമ്മിറ്റിയുടെ അല്ല, ഡീക്കൻ്റെ അല്ല, ഒരു പ്രാസിംഗൻ്റെ അല്ല, ഒരു പാസ്റ്ററുടേതല്ല. തൻ്റെ വിലയേറിയ രക്തത്താൽ യേശു കർത്താവ് ദൈവസഭയെ സമ്പാദിച്ചു എങ്കിൽ കർത്താവിൻ്റെ കൃപയിലാണ് ദൈവത്തിൻ്റെ സഭ മുന്നേറേണ്ടത്. ദൈവത്തിൻ്റെ പാറ്റേണിലാണ് ദൈവസഭ നിൽക്കേണ്ടത്. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. ഹേ മോശേ, സ്തോത്രം എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ എനിക്ക് വസിക്കുവാൻ തക്കവണ്ണം സ്തോത്രം ഞാൻ കാണിച്ചു തരുന്നത് പോലെ നീ എനിക്ക് വേണ്ടി സമാഗമന കൂടാരം പണിയണം. മനുഷ്യൻ നിന്റെ പാറ്റേണിൽ എനിക്ക് നിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. മനുഷ്യന്റെ പാറ്റേണിൽ ദൈവം നിൽക്കത്തില്ല. സ്തോത്രം ദൈവത്തിന്റെ പാറ്റേണിലെ ദൈവം ഇറങ്ങി നിൽക്കത്തുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാൻ കഴിയത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതായ പ്രസംഗം പറയാൻ കഴിയത്തില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ദൈവമാണ് സകലതും നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ദൈവമാണ് സ്തോത്രം നടത്തേണ്ടത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്. മോശെ, നിന്റെ അളവിൽ ഞാൻ ഇറങ്ങി നിൽക്കത്തില്ല, നിന്റെ അമ്മായിയപ്പൻ യിത്രോന്റെ അളവിൽ ഞാൻ ഇറങ്ങി നിൽക്കത്തില്ല. ഞാൻ കാണിച്ചത് മാതൃക പ്രകാരം സ്തോത്രം നീ എനിക്ക് വേണ്ടി സമാഗമന കൂടാരം ഉണ്ടാക്കണം. ആദ്യം അതിപരിശുദ്ധ സ്ഥലം, 2 വിശുദ്ധ സ്ഥലം, നമ്പർ 3 മൂന്നാമത് സ്തോത്രം അതേ പ്രാകാരം. ഒന്നാമതായി ദൈവം മോശയോട് പറഞ്ഞത് കേൾക്ക്. ആദ്യം ഹോളി അതിവിശുദ്ധ സ്ഥലം, രണ്ടാമത് വിശുദ്ധ സ്ഥലം, മൂന്നാമത് പ്രാകാരം. ദേഹി ആത്മാവ് എന്ന് പറയുന്നത് പോലെ സ്തോത്രം 3 ഭാഗമാണ് സമാഗമന കൂടാരത്തിന് അത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പരിശുദ്ധാത്മ കഴിഞ്ഞാൽ ഈ ദൂതിനെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അഭിയായിരിക്കും. നോക്കിയേ, ഒന്നാമത്തെ ചിത്രം നോക്കിയേ, ദ സ്ട്രക്ചർ ആൻഡ് ദ ഡയമെൻഷൻ ഓഫ് ദ ടാബർനാക്കിൾ. സമാഗമന കൂടാരം പുറത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് പ്രാകാരം, രണ്ടാമത് കാണുവാൻ കഴിയുന്നത് വിശുദ്ധ സ്ഥലം, പിന്നെ മൂന്നാമത് കാണുവാൻ കഴിയുന്നത് അതിപരിശുദ്ധ സ്ഥലം. സ്തോത്രം നമുക്കറിയാം ഈ 3 ഭാഗങ്ങൾ എന്നതുപോലെ ട്രിനിറ്റി, വിച്ച് മീൻസ് യൂണിറ്റി. 3 ഭാഗങ്ങൾ. 3 എന്നത് പലപ്പോഴും സ്തോത്രം അതെ ഐക്യതയുടെ സംഖ്യ ആയിത്തീരുന്നു. 3 എന്ന് പറയുന്നത് ഐക്യതയുടെ സംഖ്യ അത്രേ. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്. സ്തോത്രം 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു, ആത്മാവ്, പ്രാണൻ, ശരീരം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ആത്മാവ്, പ്രാണൻ, ശരീരം. നിങ്ങൾക്കൊരു ആത്മാവുണ്ട്, നിങ്ങൾക്കൊരു പ്രാണനുണ്ട്, നിങ്ങൾക്കൊരു ശരീരമുണ്ട്. ഇതുപോലെ ദൈവത്തിലേക്ക് നോക്കുമ്പോഴും 3 ഭാഗം നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ക്രിസ്ത്യാനിക്ക് 3 ദൈവമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. 3 ഏകത അല്ലെങ്കിൽ തൃത്വം. മത്തായി സുവിശേഷം 28-ാം അധ്യായം, മത്തായി സുവിശേഷം 28-18 മുതൽ സ്തോത്രം അതേ 20 വരെയുള്ള വാക്യങ്ങൾ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഞാൻ ആശീർവാദം പറഞ്ഞതല്ല, ഏതൊക്കെ ആന്റിമാർ ഉറങ്ങുന്നു, ഞാൻ പ്രസംഗം തുടങ്ങിയിട്ടേയുള്ളൂ. സോ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. തൃത്വത്തിൽ 3 കാര്യങ്ങളുണ്ട്, നിന്നിൽ 3 കാര്യങ്ങളുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. സമാഗമന കൂടാരത്തിലും ഹോളി പ്ലേസ് ആൻഡ് സാങ്ച്വറി, അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം. മനസ്സിലായോ? ആമേൻ പറഞ്ഞാട്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, സ്തോത്രം ആ പ്രോട്ടോകോളിൽ മാത്രമേ, ആ കീഴ്വഴക്കത്തിൽ മാത്രമേ, ആ പെരുമാറ്റച്ചട്ടത്തിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ കഴിയത്തുള്ളൂ. മോശെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വസിക്കുമ്പോൾ ഈ ജനത്തോട് ഞാൻ സംസാരിപ്പാൻ പോകുന്നു. ദൈവം പറയുന്നു, ഈ ജനത്തോട് ഞാൻ ഇടപെടുവാൻ വേണ്ടി പോകുന്നു. പക്ഷെ അവിടെ സിസ്റ്റത്തിൽ എനിക്ക് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല.
അവരുടെ സിസ്റ്റത്തിൽ എനിക്ക് ഇറങ്ങി നിൽപ്പാൻ കഴിയത്തില്ല. കാരണം ഞാൻ സ്വർഗീയനായ ദൈവമാണ്. ദൈവം സർവശക്തനാണ്. ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സർവവ്യാപിയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ ആലയം പണിതിട്ട് ഇവണ്ണം പറഞ്ഞു, സ്വർഗാദി സ്വർഗത്തിൽ നീ അടങ്ങാത്തവനാണ്. ഓ, നിങ്ങൾ അല്പം പോലെ എക്സൈറ്റഡ് അല്ല. സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനാണ് ദൈവം. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. ദൈവം അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ആ മഹാനായ ദൈവത്തിന്, ആ ഉന്നതനായ ദൈവത്തിന് ഒരിക്കലും സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ പെരുമാറ്റച്ചട്ടമില്ലാതെ അല്ലെങ്കിൽ ദൈവിക പ്രോട്ടോകോൾ ഇല്ലാതെ മനുഷ്യനെ കയറി ചെല്ലുവാൻ തക്കൊണ്ട് കഴിയാത്തില്ല. സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യൻ കയറി ചെല്ലണമെങ്കിൽ ദൈവത്തിൻ്റെ കീഴ്വഴക്കം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രോട്ടോകോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാക്കണമേ. ഈ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ എത്ര മനസ്സിലാക്കുമെന്ന് അറിയത്തില്ല. ഓ, ദൈവമല്ലേ, നമുക്കറിയാം. സ്തോത്രം. ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവ സ്നേഹം സഭയ്ക്കില്ല, ദൈവ ഭയം സഭയ്ക്കില്ല. ദൈവദാസന്മാർക്ക്, വിശ്വാസികൾക്ക് ഇല്ലാത്ത കാര്യമാണ് ദൈവ ഭയമില്ല, ദൈവ സ്നേഹവുമില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ പറയുന്ന പുതിയ നിയമം, അപ്പോസ്തല പ്രവൃത്തി 5:11, അതേ പണം മോട്ടിച്ചതായ സ്തോത്രം അത് അനന്യാസും സഫീറയും ചത്തു വീണപ്പോൾ, ദ്രവ്യാഗ്രഹം മൂത്തതായ അനന്യാസും സഫീറയും ചത്തു വീണപ്പോൾ ദൈവ ഭയം സഭയിൽ വ്യാപരിച്ചു. എന്തൊരു ശാന്തത. അപ്പോസ്തല പ്രവൃത്തി 13:10 വായിക്കുമ്പോൾ, ഒന്നാം മിഷണറി യാത്രയിൽ സ്തോത്രം പൗലോസും ബർന്നബാസും ഇതാ കടന്നു പോകുകയാണ്. ആ ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായി നിന്നതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദേശാധിപതിയുടെ വിശ്വാസത്തെ, ആ ഒഫീഷ്യലിൻ്റെ, സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ആ ഒഫീഷ്യലിൻ്റെ വിശ്വാസത്തെ തടുക്കാൻ നിന്നവൻ പെട്ടെന്ന് പൗലോസിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന ആ മനുഷ്യൻ ഇപ്രകാരമാണ് പറഞ്ഞത്. സ്തോത്രം. അതെ, പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഹേ കപടവും ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വ നീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറച്ചു കളയുന്നത് എന്ത് നീ മതിയാക്കിയില്ലയോ? അടുത്ത സെക്കൻഡിൽ ബ്ലൈൻഡ്നസ്, അടുത്ത സെക്കൻഡിൽ അവൻ്റെ മേൽ സ്തോത്രം അതെ ബ്ലൈൻഡ്നസ്, അവൻ്റെ കണ്ണടഞ്ഞുപോയി, അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. അനനിയാസ് സഫീറ ഓൺ ദ സ്പോട്ട് മരിച്ചു വീണു. ചർച്ചില് മുഴുവൻ ഭയമുണ്ടായി. ഇതാ മിഷന്, ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായവൻ, ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായവൻ, കേൾക്ക് ഞാൻ പറയുന്ന പുതിയ നിയമം, ശുശ്രൂഷയ്ക്ക് ഇടർച്ചയായവൻ സ്തോത്രം അതെ ഓൺ ദ സ്പോട്ട് തന്നെ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിൽ ഈ പുസ്തകം പറയുന്നു ആ ദൈവത്തെ ഭയപ്പെട്ടേ പറ്റത്തുള്ളൂ. ആ ദൈവത്തെ ഭയപ്പെട്ടേ പറ്റത്തുള്ളൂ. കാരണം ദൈവം നിന്റെ കൊച്ചപ്പനല്ല, ദൈവം നിന്റെ ആളിയനല്ല, ദൈവം നിന്റെ കുടുംബാംഗമല്ല, ദൈവം ദൈവമാണ്. ദൈവസഭയ്ക്ക് കഠിന ഹൃദയരായി ജഡീകരായി ജീവിക്കുന്നതായ ജനത്തിന്മേൽ ദൈവ ഭയം വന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതെ, സുഹൃത്തിനെ അറിയാം, ലൗലിക്കറിയാം. സ്തോത്രം. കട്ടക്കട ഞങ്ങളായിരുന്നതായ സഭ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, ആ ചർച്ചിനെ പൂട്ടിട്ട് ഒരു മഹാൻ ഒരിക്കൽ പൂട്ടി. എന്നിട്ട് അവൻ പറഞ്ഞു, സ്തോത്രം അതെ എൻ്റെതാണ് സഭ, എൻ്റെതാണ് സഭ എന്ന് സ്തോത്രം പൂട്ടി. എന്നാൽ ഒരാഴ്ച തികയുന്നതിന് മുൻപ് അവനെ ദൈവം പൂട്ടി. ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അവനെ ദൈവം പൂട്ടി. അടുത്ത വ്യാഴാഴ്ച വന്നപ്പോൾ അവൻ ഭൂമിയിലില്ല. ഇന്നും അവൻ്റെ അസ്ഥികൾ സ്തോത്രം മണ്ണിനരികിൽ ദ്രവിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ ദൈവകൃപയാൽ പറയട്ടെ, ദൈവമായി സമ്മേളിക്കുന്നത് പറയുമ്പോൾ ഒരു പാട്ടിലല്ല ദൈവം, ഒരു പ്രസംഗത്തിലല്ല ദൈവം, നിനക്കാവശ്യം ദൈവഭയമാണ്. ദൈവഭയത്തിലേക്ക് മടങ്ങി വന്നാട്ടെ, ദൈവഭയത്തിലേക്ക് ദൈവജനം മടങ്ങി വന്നാട്ടെ. ദൈവ സ്നേഹവും ദൈവഭയവും നിനക്കാവശ്യം. ഡോണ്ട് പ്ലേ വിത്ത് ഗോഡ്. ദൈവവുമായി കളിക്കല്ലേ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ചുമ്മാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി വരുവാൻ നിനക്ക് കഴിയത്തില്ല. ചുമ്മാ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. സ്തോത്രം. ഏതോ അച്ചാച്ചനിൽ ഏതോ ബിസിനസ് പൊളഞ്ഞിട്ട് സുവിശേഷ വേല അതിനേക്കാൾ നല്ല ബിസിനസ് എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടാതെ ഗുണപ്പെടാതെ ദൈവസന്നിധിയിൽ വന്ന കച്ചവടക്കാരൻ പറയുന്ന കള്ള സുവിശേഷമല്ല ഞാൻ പറയുന്നത്, തേജസ്സിന്റെ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം. ദൈവഭയത്തിലേക്ക് ജനം കടന്നു വരട്ടെ. ദൈവത്തെ ഭയപ്പെടുക. സഭാപ്രസംഗി അതേ അവസാന വാക്യം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ സകല കൽപ്പനകളെ അനുസരിക്കുക. യുവാവെ ദൈവത്തെ ഭയപ്പെടുക, യുവതിയെ ദൈവത്തെ ഭയപ്പെടുക, കുടുംബമേ ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. ഈ പുതിയ നിയമത്തിലും ദൈവഭയം സർവജയമെന്ന് മനസ്സിലാക്കി ദൈവത്തെ ഭയപ്പെടുക.
ഹല്ലേലൂയ. മോശേ, പ്രാകാരം വേണം, വിശുദ്ധ സ്ഥലം വേണം, അതിപരിശുദ്ധ സ്ഥലം വേണം. സ്തോത്രം. എന്നാൽ മാത്രമേ എൻ്റെ സന്നിധിയിലേക്ക് ഈ സമ്മേളനത്തിന് കയറി വരുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപ നീ അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നീ പ്രയോജനപ്പെടാൻ, ദൈവത്തിന് അനുഗ്രഹം ചുമക്കാൻ, കുത്തുവിട്ട പുസ്തകം പോലെ ജീവിക്കുന്ന നിന്റെ പിന്മാറ്റ ജീവിതം നിർത്ത്. നാടകമല്ല ക്രിസ്തീയ ജീവിതം, അടുക്കും ചിട്ടയും ഉള്ളതാണ് ക്രിസ്തീയ ജീവിതം. സർക്കസ് കമ്പനിയല്ല ദൈവത്തിന്റെ സഭ, സർക്കസ് കമ്പനിയല്ല ക്രിസ്തീയ ജീവിതം. കെട്ടിയടച്ച തോട്ടമാണ് ദൈവസഭ. കരങ്ങളെ അടിച്ച ജനം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ചിലർ പറയും, ഇത് കണ്ടാണ് സഭ തിരുവനന്തപുരത്ത് വളരാത്തത്. ഞാൻ പറയട്ടെ, നിന്റെ കൊച്ചപ്പൻ്റെതല്ല ദൈവസഭ, ദൈവത്തിൻ്റെതാണ് ദൈവസഭ. ഹല്ലേലൂയ. സ്തോത്രം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ദൈവദാസന്മാരുണ്ടെങ്കിൽ നോക്കിയാട്ടെ. സ്തോത്രം. ഐ വോണ്ട് കെയർ. സ്തോത്രം. തിരുവചനം പറയുന്നു 3 ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് സാങ്ച്വറി, ഒന്നാമത് സ്തോത്രം, അതെ, ഒന്നാമത് പ്രാകാരം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പ്രാകാരം. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, പ്രാകാരം. ഒന്ന് പ്രാകാരം. പ്രാകാരത്തിൽ 2 ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്, 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് യാഗപീഠം, 2 താമ്രത്തൊട്ടി, 2 വിശുദ്ധ സ്ഥലം. സ്തോത്രം. വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്തിൽ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഹോളി പ്ലേസ്. വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നിലവിളക്ക്, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂമ്രപീഠം. സ്തോത്രം. ലാംപ് സ്റ്റാൻഡ്, ടേബിൾ ഓഫ് ഷോ ബ്രെഡ് ആൻഡ് altar of incense. 3 കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് കാണുവാൻ കഴിയുന്നത്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒറ്റ സെറ്റായി ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ഒറ്റ സെറ്റാണെങ്കിലും അതിപരിശുദ്ധ സ്ഥലത്ത് 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് ആർക്ക് ഓഫ് കവനന്റ്, ദൈവത്തിൻ്റെ നിയമപെട്ടകവും അതിന് മുകളിൽ കാണുന്നതായ കൃപാസനവും. ഒന്ന് നിയമത്തിൻ്റെ പെട്ടകവും അതിന് മുകളിൽ കാണുന്ന കൃപാസനവും. സോ പ്രാകാരത്തിൽ 2 കാര്യങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് 3 കാര്യങ്ങൾ, അതിപരിശുദ്ധ സ്ഥലത്തെ 2 കാര്യങ്ങൾ. സോ 2 അധികം 3 അധികം 2 സമം ഗാഡ് ഓഫ് പെർഫെക്ഷൻ. 7 കാര്യങ്ങളാണ്, 7 ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾക്ക് സമാഗമന കൂടാരത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവം പെർഫെക്റ്റ് ആണ്, ദൈവം ഇംപെർഫെക്റ്റ് അല്ല. എൻ്റെ ദൈവത്തിൻ്റെ നാക്ക് പുറത്തല്ല, എൻ്റെ ദൈവം വൈകല്യമുള്ളവനല്ല. അവൻ ഇംപെർഫെക്റ്റ് ആയിരിക്കുന്നതിന് ഇന്ന് പകലും പെർഫെക്റ്റ് ആക്കുന്നവനാണ്. ഹല്ലേലൂയ. ദൈവം എന്ത് പറഞ്ഞാലും പെർഫെക്റ്റ് ആയിരിക്കും, ദൈവം എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിരിക്കും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും ഈസ് ദ ഗോഡ് ഓഫ് പെർഫെക്ഷൻ. അവൻ സമ്പൂർണ്ണതയുടെ ദൈവം, അവൻ പരിപൂർണതയുടെ കർത്താവ്. 7 ഇൻസ്ട്രുമെന്റ്സ്. ഈ 7 ഇൻസ്ട്രുമെന്റ്സും സ്തോത്രം റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ 7 ഫർണിച്ചറും ടാബർനാക്കിളിലെ 7 ഉപകരണങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് കർത്താവ് യേശുവിനെ അത്രേ. എന്ന് പകൽക്കാലം ദൈവകൃപയാൽ മനസ്സിലാക്കണമേ. പഠിക്കുന്ന നിയമത്തിന്റെ ഓരോ ചെറിയ കാര്യത്തിൽ പോലും ക്രിസ്തുവുണ്ട് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കല്ല. ഒരിക്കൽ കൂടെ, പഴയ നിയമത്തിലെ ചെറിയൊരു കാര്യത്തിൽ പോലും ക്രൈസ്റ്റിന്റെ റെവലേഷൻ, ക്രിസ്തുവിന്റെ വെളിപ്പാട് ഒളിഞ്ഞു കിടക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് ക്രൈസ്റ്റിനെ മാറ്റിയാൽ, കേൾക്ക്, പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്തുവിനെ മാറ്റിയാൽ അതൊരു സ്റ്റോറി ടെല്ലിംഗ് ബുക്ക് മാത്രമാണ്. സ്റ്റോറിയല്ല നിന്നെ പഠിക്കുന്നത്, സ്റ്റോറിയല്ല നിന്നെ ആശ്വസിപ്പിക്കുന്നത്, സ്റ്റോറിയല്ല നിന്നെ ബലപ്പെടുത്തുന്നത്, സ്റ്റോറിയല്ല ഇന്ന് പകലും നിന്നെ സൗഖ്യമാക്കുന്നത്. ക്രിസ്തുവിന്റെ റെവലേഷൻ ആണ്, ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് നിന്നെ പഠിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ പർവ്വതങ്ങളാകട്ടെ, താഴ്വരകളാകട്ടെ, യുദ്ധങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, ഓരോ കൃഷികളാകട്ടെ, സസ്യങ്ങളാകട്ടെ, മൃഗങ്ങളാകട്ടെ, സകലത്തിലും സ്തോത്രം ക്രിസ്തു നിറഞ്ഞിരിക്കുന്നു. അർത്ഥം ഞാൻ പറയട്ടെ, നിന്റെ ലൈഫിന്റെ ആൽഫയും ഒമേഗയുമായി സകലത്തിൽ നിറയേണ്ടത് ക്രിസ്തു തന്നെയാണ്. ഉൽപ്പത്തിയിൽ അവൻ സ്തോത്രം സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാടിൽ അവൻ പെസഹ കുഞ്ഞാടാണ്. ലേവ്യ പുസ്തകത്തിൽ അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവൻ പില്ലർ ഓഫ് ഫയർ ആൻഡ് പില്ലർ ഓഫ് ക്ലൗഡ്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമാണ്. ആവർത്തന പുസ്തകത്തിൽ അവൻ മോശയേക്കാൾ വലിയ പ്രവാചകനാണ്. യോശുവയിൽ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതിയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ നീതിയുള്ള ന്യായാധിപനാണ്. രൂത്തിന്റെ പുസ്തകത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനാണ്. ആ ലിസ്റ്റ് അങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണമേ, ലൈഫ്, സഭ, ശുശ്രൂഷകൾ നിറയേണ്ടത് വ്യക്തികളല്ല, കുടുംബങ്ങളല്ല, വിദ്യാഭ്യാസമല്ല, പണമല്ല, അതേ ക്രിസ്തുവായിരിക്കട്ടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. കൈയടിക്കുന്നെങ്കിൽ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. സോ
7 ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ക്രൈസ്റ്റ് ആണ്. 10,000 നാമം നിനക്കുണ്ടെങ്കിലും ക്രിസ്തുവിനെ പറഞ്ഞ് നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയത്തില്ല. 120 വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചിരുന്നാലും ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തീർക്കുവാൻ കൊണ്ട് കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആരുടെ മേലോ ഇന്ന് പകൽക്കാലം റെയിൻബോ എന്നതുപോലെ അതേ ക്രൈസ്റ്റ് റെവലേഷൻ ഇന്ന് പകൽക്കാലം വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആരുടെ മേലോ ഇന്ന് പകൽക്കാലം അതേ ദൈവത്തിന്റെ പ്രഭ ഇറങ്ങി നിന്ന് ക്രൈസ്റ്റ് റെവലേഷൻ ക്രിസ്തുവിലുള്ള വെളിപ്പാടിൽ പണിയപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. 7 ഇൻസ്ട്രുമെന്റുകളിലും ക്രിസ്തുവിനെ നിങ്ങൾക്ക് സമാഗമന കൂടാരത്തിൽ കാണുവാൻ കഴിയും. ഒന്നാമതായി ആൾട്ടർ അഥവാ സ്തോത്രം യാഗപീഠ. ഒന്നാമതായി ആൾട്ടർ സ്തോത്രം പബ്ലിക്കലി നിങ്ങൾ ആദ്യം കാണുമ്പോൾ മോനെ ഫിഗർ നമ്പർ 1 സ്തോത്രം അതേ ആ സമാഗമന കൂടാരത്തിലേക്ക് കയറി പോകുമ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് യാഗപീഠമാണ്. ആദ്യത്തെ ചിത്രത്തിൽ നോക്കി ഫസ്റ്റ് കാണുന്നത് യാഗപീഠമാണ്. പബ്ലിക്കലി പുറത്ത് നിൽക്കുമ്പോഴേ യാഗപീഠം കാണുവാൻ കഴിയും. ഇതാണ് ആ സമാഗമന കൂടാരം. അകത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് സ്തോത്രം സമാഗമന ഈ യാഗപീഠമാണ്. ഇതാണോ സമാഗമന കൂടാരം? ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഈ യാഗപീഠമാണ്. ആൾട്ടർ സ്തോത്രം അതേ യാഗപീഠം. ഈ യാഗപീഠത്തിന്റെ പ്രത്യേകത എന്താണ്? സകല യാഗങ്ങളും സ്തോത്രം കഴിക്കുന്നത് യാഗപീഠത്തിലാണ്. പാപയാഗമാകട്ടെ സമാധാന യാഗമാകട്ടെ അതേ സ്തോത്രം ട്രാൻസ്ഗ്രഷൻ അകൃത്യയാഗമാകട്ടെ 5 യാഗങ്ങളുണ്ടല്ലോ. സകല യാഗങ്ങളും കഴിക്കുന്നത് അതേ ഈ സ്തോത്രം ഈ യാഗപീഠത്തിലാണ്. ഈ യാഗപീഠം പബ്ലിക്കലി വെച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ആർക്കും കാണുവാൻ കൊണ്ടും കഴിയുക. യാഗപീഠം പബ്ലിക്കലി ഇരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി രഹസ്യത്തിലല്ല യേശു കർത്താവ് മരിച്ചത്. പബ്ലിക് പ്ലേസിൽ പബ്ലിക്കലി സ്തോത്രം ആ ഹൈവേയുടെ സൈഡിൽ പബ്ലിക്കലി സ്തോത്രം സകലരും കാണുകേ അതേ കർത്താവ് യേശു ക്രിസ്തു എനിക്കും നിനക്ക് വേണ്ടി യാഗമായി. യാഗപീഠം പബ്ലിക്കലി ഇരിക്കുന്നു. യേശു പരസ്യമായി അവൻ യാഗമായി ജോസിഫസ് പറയുകയാണ്. നിസ്സാൻ മാസം 14-ാം തീയതി നിങ്ങൾ കേട്ടിട്ടുണ്ട് 2 ലക്ഷത്തോളം യഹൂദന്മാരാണ് അതേ യെരുശലേം പട്ടണത്തിൽ അന്ന് കടന്നു വരുന്നത്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 ലക്ഷത്തോളം യഹൂദന്മാർ കടന്നു വന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് ഈ യാഗമാകുവാൻ നിൽക്കുകയാണ്. അതേ അവനെ നോക്കി പുരോഹിത വൃന്ദം പറഞ്ഞു ഇവനിൽ ഒരു ഊനവുമില്ല. സ്തോത്രം യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു Behold the Lamb of God. ഓ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പിലാത്തോസ് അവനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. രാഷ്ട്രീയ മണ്ഡലം പറഞ്ഞു ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു അവൻ നീതിമാനാണ്. പൈശാചിക മണ്ഡലങ്ങൾ ദുരാത്മാക്കൾ വിറച്ചിട്ട് പറഞ്ഞു അയ്യോ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ പരിശുദ്ധൻ തന്നെ. ശിഷ്യവൃന്ദം പത്രോസ് പറഞ്ഞു സ്തോത്രം അവൻ പാപം ചെയ്തിട്ടില്ല. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മതമണ്ഡലം പറഞ്ഞു, രാഷ്ട്രീയ മണ്ഡലം പറഞ്ഞു, പൈശാചിക മണ്ഡലം പറഞ്ഞു, ശിഷ്യവൃന്ദങ്ങൾ പറഞ്ഞു യേശു കർത്താവിൽ പാപം ഇല്ല. എബ്രായർ 2:18 എബ്രായർ 4:15 പാപം ഒഴികെ അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. ഒരിക്കൽ കൂടെ കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അവൻ നടന്നപ്പോൾ അവൻ ക്ഷീണിച്ചു, അവൻ വിശന്നു, അവൻ കരഞ്ഞു, അവൻ കോപിച്ചു, അവൻ അതിശയിച്ചു, മനുഷ്യന്റെ വികാരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ അവൻ നടന്നു, അവൻ വിശന്നു, അവൻ കരഞ്ഞു, അവൻ കോപിച്ചു. ഓ സ്തോത്രം. പക്ഷേ മനുഷ്യനെ പോലെ അവൻ പാപം ചെയ്തതേ ഇല്ല. നിന്റെ പാപത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെടുവാൻ, നിന്റെ പേര് റേഷൻ കാർഡിലും പാസ്പോർട്ടിലുമല്ല, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ, നീ ദൈവത്തിന്റെ പൈതലായി തീരുവാൻ യേശു കർത്താവ് നിനക്ക് വേണ്ടി യാഗമായി തീർന്നു. പബ്ലിക് പ്ലേസിൽ യേശു യാഗമായി. 100 കണക്കിനല്ല, ഞാൻ വിശ്വസിക്കുന്നു 1000കണക്കിന് ആൾക്കാർ യേശുവിനെ സ്തോത്രം ക്രൂശിൽ കിടന്ന് പിടയുന്ന യേശുവിനെ കണ്ടു കാണും. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 13-14. യെശയ്യാ പ്രവചനം 53 ആദ്യത്തെ 3 വാക്യം വായിക്കുമ്പോൾ he was totally despised as well as rejected by men. അവൻ മനുഷ്യന്റെ മുൻപാകെ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടുമായിരുന്നു. ഒറിജിനൽ ടെക്സ്റ്റിൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. മൂക്കില്ല, അടിച്ച് തകർത്ത് കളഞ്ഞു. 2 ചുണ്ടില്ല, 1 ചെവിയില്ല. ഒരു സ്തോത്രം ഇറച്ചിക്കടയിൽ ഒരു ഇറച്ചി കഷണം കിടന്ന് പിടയുന്നത് പോലെ നിനക്ക് വേണ്ടി സഹോദരിയെ, നിനക്ക് വേണ്ടി സഹോദര, നിനക്ക് വേണ്ടി ദൈവദാസനെ, എനിക്ക് വേണ്ടി
രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് പബ്ലിക് പ്ലേസിൽ പരസ്യമായി പരസ്യ സ്ഥലത്ത് അവൻ സ്തോത്രം തൂങ്ങി നിന്ന് ദൂതിതാണ് കേക്ക്. ഇതാണ് നിനക്കുള്ള മെസ്സേജ്. യേശു കർത്താവ് പരസ്യ സ്ഥലത്ത് നഗ്നനായി തകർന്നെന്നെങ്കിൽ തിരുവനന്തപുരം സൊസൈറ്റിയിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് നീ പരസ്യകോലമാകത്തില്ല. നീ പരസ്യകോലമാകത്തില്ല. ഈ പുസ്തകം നീ ഉയർത്തിയെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടെങ്കിൽ, എതിർപ്പും പരിഹാസവും അതേ പ്രതികൂല സാഹചര്യം നോക്കാതെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടെങ്കിൽ, നീ ആത്മാവിൽ ആരാധിക്കുന്നെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരുടെ മുൻപിലും നീ മുട്ടുമടക്കത്തില്ല. ഒരുത്തന്റെ മുൻപിലും നിന്റെ തല കുനിഞ്ഞു പോകത്തില്ല. പരസ്യമായി നിന്നെയും നിന്റെ കുടുംബത്തെയും എന്റെ ദൈവം മാനിക്കുവാൻ പോകുന്നു. കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്കണം. പരസ്യമായി ദൈവം തന്നെ മാനിക്കുവാൻ പോകുന്നു. 1 ശമൂവേൽ 2:30 കർത്താവ് പറഞ്ഞു, അതെ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. യാഗപീഠം അതേ അർത്ഥമാക്കുന്നതാണ്. പ്രാകാരത്തിൽ ആദ്യം കാണുന്നതായ യാഗപീഠം പറയുന്നത്, കുഞ്ഞേ, പരസ്യ സ്ഥലത്ത് യേശു കർത്താവ് നിന്റെ തകർച്ചകളെ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി അവൻ മരിച്ചു എങ്കിൽ 4 പേർ കാണുക തന്നെ ദൈവം തന്നെ ഉയർത്തുവാൻ പോകുന്നു. 4 പേർ കാണുക തന്നെ നിന്റെ കുഞ്ഞുങ്ങളെ, അവിടെ ഭാവിയെ, കുടുംബത്തെ ദൈവം മാനിക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അപവാദം പറയുന്നവരുടെ നടുവിൽ കള്ളക്കഥകൾ പറയുന്ന ഇസബേലെ വ്യാപാരങ്ങളുടെ നടുവിൽ പകയ്ക്കുന്നവന്റെ വായമിണ്ടാതാക്കുന്ന പ്രവൃത്തി കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ഇതാ ഉദിക്കുന്നു. അവൻ പരസ്യമായി നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. അല്പം കൂടെ മുന്നോട്ട് വരുമ്പോൾ സമാഗമന കൂടാരത്തിൽ രണ്ടാമതായി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ലേവർ, മീനിങ് സ്തോത്രം. അതേ താമ്രത്തൊട്ടി സ്തോത്രം. ഈജിപ്തിൽ നിന്ന് ജനം കടന്നു വന്നപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ല. അതെ, ഈജിപ്തിൽ നിന്ന് ജനം കടന്നു വന്നപ്പോൾ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. അന്ന് ഈജിപ്തിൽ മാത്രം കാണുന്ന ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റായി ലഭിക്കുന്ന കുറച്ച് മിറേഴ്സ് ഉണ്ടായിരുന്നു. മുഖം നോക്കുന്ന കണ്ണാടി. എന്നെ നോക്ക്, പലരുടെയും താമസം എൻ്റെ മുൻപിലാണെന്ന് എനിക്കറിയാം. മുഖം നോക്കുന്ന കണ്ണാടി, സ്തോത്രം. അങ്ങനെയുള്ള കണ്ണാടികൾ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു ഭാഗം നിർമ്മിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സ്തോത്രം, കണ്ണാടി കൊണ്ട്, പ്രിസം കൊണ്ട്, കണ്ണാടി കൊണ്ട് അത് നിർമ്മിച്ചിരുന്നു. അർത്ഥം ഇതാണ്, അതിൽ നിറയുന്നത് വെള്ളമാണ്, അതിൽ നോക്കുമ്പോൾ കാണുന്നത് നിന്റെ ഛായയാണ്. ദാറ്റ് റെപ്രസെന്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അത് രണ്ടും അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ വചന. ബൈബിളിലേക്ക് നീ നോക്കുമ്പോൾ ബൈബിൾ നിന്നെ നോക്കിയാണ്. യെസ്, ബൈബിളിലേക്ക് നീ നോക്കുമ്പോൾ ബ്രദർ, ബൈബിളിലേക്ക് നീ നോക്കുമ്പോൾ ബൈബിൾ നിന്നെ നോക്കുകയാണ്. നീ ബൈബിൾ വായിക്കുമ്പോൾ തിരിച്ച് ബൈബിൾ നിന്നെ വായിക്കുകയാണ്. ആരോട് പറയാൻ? ബൈബിൾ നീ വായിക്കുമ്പോൾ ബൈബിൾ തിരിച്ച് നിന്നെ വായിക്കുകയാണ്. നീ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അതേ ബൈബിൾ നിന്നെ നോക്കുകയാണ്. ബൈബിളിനെ നീ വായിക്കുമ്പോൾ ബൈബിൾ നിന്നെ വായിക്കുകയാണ്. കാരണം ജെയിംസ് ചാപ്റ്റർ 1 യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം തിരുവചനം പറയുന്നു, അത് ദൈവത്തിന്റെ വചനം അത് കണ്ണാടി. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവവചനം അത് കണ്ണാടി. ദൈവവചനം കണ്ണാടി. ഹല്ലേലൂയ. മനുഷ്യൻ നിന്നെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങേതലെ ചേച്ചി നിന്നെ കുറിച്ച് എന്ത് പറയുന്നു? അങ്ങേതലെ അച്ചാച്ചൻ എന്ന് പറയുന്നു? നോ, വാനാട്ടമുള്ള മനുഷ്യന്റെ അഭിപ്രായമല്ല നിനക്ക് വേണ്ടിയത്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവം നിന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒപ്പീനിയൻ അറിയണമെങ്കിൽ ഇത് അലമാരയിലല്ല വെക്കേണ്ടത്, മേശപ്പുറത്തല്ല വെക്കേണ്ടത്. തകർന്ന ഹൃദയത്തോടെ, നനഞ്ഞ കണ്ണോടെ, ഏകാഗ്രതയുള്ള മനസ്സോടെ ഇത് തുറക്കുമ്പോൾ സ്തോത്രം നിനക്ക് കാണുവാൻ കഴിയും ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം സ്തോത്രം അതേ ആ താമ്രത്തൊട്ടിയിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം പോലെയാണ്. ദൈവവചനം വെള്ളമാണ്. ഭയങ്കര ചൂടാണ് തിരുവനന്തപുരത്ത്, നല്ല ചൂടാണ്. ഇന്ന് ദൈവകൃപയാൽ മഴയുണ്ടാകട്ടെ. ആമേൻ. നല്ലൊരു ആമേൻ പറഞ്ഞാണ്. സ്തോത്രം. ദൈവവചനം എന്ന് പറയുന്നത് യേശയ്യാ 55:10 അത് മഞ്ഞ് പോലെ പൊഴിയുന്നതാണ്, അത് മഴ പോലെ പെയ്യുന്നതാണ്. ദൈവവചനം മഞ്ഞ് പോലെ അതേ ഇറങ്ങി വരുന്നതാണ്, മഴ പോലെ പെയ്യുന്നതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മധ്യത്തിൽ ഈ പുൽപ്പറ്റിൽ ഏത് കഴുത കയറി നിന്നാലും വെളിപ്പാടിന്റെ മഴ പെയ്തിറങ്ങ തന്നെ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ദൈവവചനം വെളിപ്പാട്, ദൈവവചനത്തിന്റെ വെളിപ്പാട് മഴ പോലെ മഞ്ഞു പോലെ ദൈവത്തിന്റെ കൃപയാൽ പെയ്തിറങ്ങുമാറാകട്ടെ. കം ഓൺ ക്രൈസ്റ്റ് സെന്റർ, കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, വാഷിംഗ് ഓഫ് ദ വാട്ടർ. ദൈവത്തിന്റെ വചനം ജലമാണ്, അത് നിന്നെ കഴുകുന്നു. ഈ ചൂടേറിയതായ നല്ല ദിവസങ്ങളിൽ, ചൂടുള്ള ദിവസങ്ങളിൽ ഒരു തണുത്ത വെള്ളത്തിൽ നീ കുളിച്ചു കഴിയുമ്പോൾ എത്ര വലിയ ഉന്മേഷമാണോ ലഭിക്കുന്നത്. എക്സാക്ട്ലി സെയിം മാനർ, ചാപ്റ്റർ ആഫ്റ്റർ ചാപ്റ്റർ, ബുക്ക് ആഫ്റ്റർ ബുക്ക്, പുസ്തകം പുസ്തകമായി, അധ്യായം അധ്യായമായി നീ വായിക്കുമ്പോൾ ദൈവകൃപയാൽ ദൈവത്തിന്റെ വചനം നിന്നെ കഴുകുന്നു. ദൈവത്തിൻ്റെ വചനം നിന്നെ കഴുകുന്നു. കേക്ക് സ്തോത്രം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ പുറത്ത് നിന്ന് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ വെള്ളത്താൽ അവരുടെ കൈയും അവരുടെ കാലും കഴുകി അവരുടെ മുഖവും കഴുകിയിട്ടാണ് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നത്. വെള്ളത്താൽ കഴുകപ്പെട്ട് അവർ അകത്തേക്ക് പ്രവേശിക്കുന്നു എങ്കിൽ വചനത്താലാണ് നീ ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒരിക്കൽ കൂടെ, വചനത്താലാണ് സ്തോത്രം ദൈവ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. തീരുമാനിച്ചാട്ടെ. വേദപുസ്തകം വായിക്കാത്ത പലരെ ഞാൻ കാണുന്നു. സ്തോത്രം. വേദപുസ്തകം തുറക്കാത്ത പല, നിനക്ക് യൂട്യൂബിലെ ചേട്ടന്മാരെ അറിയാം, നിനക്ക് ഫേസ്ബുക്കിലെ അച്ചാച്ചന്മാരെ അറിയാം, പക്ഷെ നിനക്ക് പുസ്തകത്തിലെ ക്രിസ്തുവിനെ അറിയത്തില്ല. സ്തോത്രം. ഇത് മറ്റുള്ളിടത്ത് മാറ്റിയല്ല വെക്കേണ്ടത്. സ്തോത്രം. അതെ, വേദപുസ്തകം വായിക്കുക. ഡോക്ടർ ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു, ഇഫ് യു ആക്സെപ്റ്റ് ജീസസ് ആസ് യുവർ സേവിയർ, യേശുവിനെ നിങ്ങൾ അതെ രക്ഷകനായി സ്വീകരിച്ചുവെങ്കിൽ, യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ, ഇത് എൻ്റെ ബൈബിൾ എന്ന് പറഞ്ഞ വേദപുസ്തകത്തെ കൂടെ സ്വീകരിക്കുക. അത് വേദപുസ്തകത്തെ മാറ്റിവെച്ച് ക്രിസ്തുവുമായി നിങ്ങൾക്ക് സഞ്ചരിപ്പാൻ കഴിയത്തില്ല. ആരും മിണ്ടുന്നില്ല. ഒരിക്കൽ കൂടെ, വേദപുസ്തകത്തെ മാറ്റിവെക്കുന്നവൻ ക്രിസ്തുവിനെ മാറ്റിവെക്കുന്നു. വേദപുസ്തകത്തെ സ്നേഹിച്ചു വായിക്കുന്നവൻ, പഠിക്കുന്നവൻ, ധ്യാനിക്കുന്നവൻ, ബൈബിൾ കാണാതെ പഠിക്കുന്നവൻ അതേ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ വാഷിംഗ് ഓഫ് ദ വാട്ടർ. രണ്ടാമത് താമ്രത്തൊട്ടിയാണ്. യാഗപീഠവും താമ്രത്തൊട്ടിയും പ്രാകാരത്തിലിരിക്കുകയാണ്. വെൽക്കം ടു ദ ഹോളി പ്ലേസ്. വിശുദ്ധ സ്ഥലത്തേക്ക് സ്വാഗതം. രണ്ടുപേരെ തൊട്ട് പറ, വിശുദ്ധ സ്ഥലത്തേക്ക് സ്വാഗതം. പറഞ്ഞേ, വിശുദ്ധ സ്ഥലത്തേക്ക് സ്വാഗതം. രണ്ടാമത്തെ സ്ഥലമാണ് മക്കളെ വിശുദ്ധ സ്ഥലം. രണ്ടാമത്തെ പ്ലേസ് ആണ് വിശുദ്ധ സ്ഥലം. സ്തോത്രം. ഹോളി പ്ലേസ്. ആ ഹോളി പ്ലേസിൽ രണ്ടാമത്തെ സ്ഥലത്തേക്ക്, ആ സെക്കൻഡ് പ്ലേസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, ലാംപ് സ്റ്റാൻഡ്, അതായത് നിലവിളക്ക്. സ്തോത്രം. നിലവിളക്ക്. ഇടതുവശത്ത് നിലവിളക്ക്. വലതുവശത്ത് നോക്കുമ്പോൾ കാഴ്ചയപ്പത്തിന് മേശ. വലതുവശത്ത് നോക്കുമ്പോൾ കാഴ്ചയപ്പത്തിൻ്റെ മേശ. നേരെ മുന്നിൽ നോക്കുമ്പോൾ ധൂപപീഠം. നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ ആൾട്ടർ ഓഫ് ഇൻസെൻസ് അഥവാ ധൂപപീഠം. 3 കാര്യങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അത് നിങ്ങളുടെ സ്തോത്രം അതേ മനസ്സിനെ കുറിക്കുന്നു. നിൻ്റെ ഇൻ്റലക്റ്റിനെ, നിൻ്റെ ഇമോഷനെ അത് സ്തോത്രം കുറിക്കുന്നു. നിൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് കയ്പും പകയുമല്ല. നിൻ്റെ മനസ്സിൽ നിറയേണ്ടത് പ്രതികാരമല്ല. കയ്പുള്ളവൻ അൺഫർഗീവ്നെസ്സിൽ ജീവിക്കുന്നവൻ. തിരുവചനം കൃത്യമായി പറയുന്നു. അതല്ല എൻ്റെ പ്രസംഗം. അതേ, ക്ഷമിക്കാത്ത ഹൃദയമായി ജീവിക്കുന്നവൻ ഒരിക്കലും നിത്യതയിൽ കാണുകയില്ല. പ്രതികാരത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്ക്. മറ്റുള്ളവരോടുള്ള പകയുമായി ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഷവാ ചിക്കൻ കിടന്നെങ്ങനെയാണോ ആ റെസ്റ്റോറൻറ്റിൽ തീയിൽ കറങ്ങുന്നത് പോലെ ലൂസിഫറിനും അവൻ്റെ കുട്ടിച്ചാത്തന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നരകത്തിൽ നിൻ്റെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നു. സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഏത് പെന്തിക്കോസ് ആണെങ്കിലും ഇന്ന് പകൽക്കാലം കേട്ടാടെ. സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ഏത് CSI ആണെങ്കിലും കാത്തലിക്സ് ആണെങ്കിലും ഇന്ന് പകൽക്കാലം കേട്ടാടെ. കാരണം യേശു കർത്താവ് പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. സ്തോത്രം. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ അവിടുന്ന് ക്ഷമിക്കണമേ. അർത്ഥം, ക്ഷമിക്കാത്തവനോട് ദൈവത്തിന് ക്ഷമിപ്പാൻ കഴിയത്തില്ല. എന്തൊരു ശാന്തത! ക്ഷമിക്കാത്തവനോട് ദൈവത്തിന് ക്ഷമിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. യേശു കർത്താവ് കയ്പും പകയുമുള്ളവനെ ചേർപ്പാനല്ല കടന്നു വരുന്നത്. യേശു കർത്താവ് പ്രതികാര ചിന്തയിൽ ജീവിക്കുന്നവനെ ചേർപ്പാനല്ല കടന്നു വരുന്നത്. വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് കടന്നു വരുന്നത്. പ്രതികാരം നിൻ്റെതല്ല, പ്രതികാരം ദൈവത്തിൻ്റെതത്രേ. വീണ്ടും ഒരിക്കൽ കൂടെ, പ്രതികാരം നിൻ്റെതല്ല, പ്രതികാരം ദൈവത്തിൻ്റെതത്രേ. യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. 100% നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതും. നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുക.
അതെ, വിശുദ്ധ സ്ഥലം രണ്ടാമത്തെ ഭാഗമാണ് വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്തേക്ക് മക്കളെ, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ ഇത് മിനോറ, എബ്രായ പദം അതാണ് മിനോറ അഥവാ നിലവിളക്ക്. സ്തോത്രം. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ വിളക്ക്? നിലവിളക്ക്. ഈ നിലവിളക്കുണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ സ്വർണ്ണത്താലാണ്. സ്വർണ്ണത്താലാണ് നിലവിളക്കുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും സ്വർണം പറിച്ച് തീയിലിടുമ്പോൾ നിലവിളക്കുണ്ടായി വരുന്നു? നോ 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 നോ, അങ്ങനെയല്ല തിരുവചനം പറയുന്നത്. സ്തോത്രം. സ്വർണ്ണമെടുത്ത് ഇസ്രായേൽ ജനത്തിന്റെ കയ്യിൽ നിന്ന് മോശ സ്വർണം മേടിച്ച് സ്തോത്രം അതിനെ അടിച്ച് നിലവിളക്കാക്കി ഉണ്ടാക്കണമായിരുന്നു. ഈ നിലവിളക്ക് നിന്ന് ജ്വലിക്കുമ്പോൾ കേക്ക്, ഈ നിലവിളക്ക് നിന്ന് കത്തിക്കുകയാണ്. നോക്കാതിൽ 7 ഫ്ലെയിംസ് ആണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 7 നാളങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മെസ്സിഹായി വെളിപ്പെട്ട 7 ആത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 7 ആത്മാവ്, അത് ഓരോ പ്രസംഗമാണ്. എനിക്ക് വിവരിപ്പാൻ ആഴ്ചകൾ വേണം. മറ്റേതെങ്കിലും ഒരു അവസരം ദൈവം തരട്ടെ. പക്ഷേ ഈ വിളക്ക് വിശുദ്ധ സ്ഥലത്ത് അതിൽ തീയുണ്ട്, അതിനുമേൽ നാളങ്ങളുണ്ട്, അഗ്നി നാളങ്ങളുണ്ട്. അത് മാത്രം നിന്ന് ജ്വലിക്കുന്നു. എത്ര പേർ ആമേൻ പറയുന്നു? നിങ്ങൾ ഉറങ്ങാണോ കേൾക്കുകയാണോ? ആമേൻ കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ, ഉറങ്ങുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കമോൺ ആംഗ്ലേ രാജനങ്ങൾ എന്നെ കണ്ടിട്ടേ പോകാവൂ. സ്തോത്രം. യെസ്, ഐ റെക്കഗ്നൈസ് യുവർ വോയിസ്. യെസ്, ഹല്ലേലൂയ. ആമേൻ. ഉണർന്നിരിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ, ഉണർന്നിരിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, അങ്കിളിന് നല്ലൊരു കമ്പനി കൊടുത്തേ, കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, തിരുവചനം പറയുന്നു. സ്തോത്രം. ദൈവവചനം പറയുന്നു അതിന് 7 നാളങ്ങളാണുള്ളത്. ഒത്തിരി വിളക്കുകളുണ്ട്. പക്ഷേ അതെല്ലാം അണയുമ്പോൾ, ഒത്തിരി വിളക്കുകൾ അണയുമ്പോൾ ഈ വിളക്ക് മാത്രം രാവിലെയും കത്തുന്നു, ഉച്ചയ്ക്കും കത്തുന്നു, വൈകിട്ടും കത്തുന്നു, രാത്രിയിലും കത്തുന്നു. കൊള്ളാല വിളക്ക്. വേറെ ആർക്കുമില്ലാത്ത ജ്വലനം നിനക്കുണ്ട്. വേറെ ആർക്കുമില്ലാത്ത തീ നിന്റെ മേലുണ്ട്. Hallelujah. ഈ നിലവിളക്കിന് പറയാൻ കഴിയും, ഞാൻ താനേ ഉണ്ടായി വന്നതല്ല. മോശയാകുന്ന ദൈവത്തിൻ്റെ ദാസൻ എന്നെ കയ്യിലെടുത്ത് അടിച്ചുണ്ടാക്കിയതാണ്. ലൈഫ് എന്ന് പറയുന്നത് നിനക്ക് പലപ്പോഴും അതായിരുന്നു. വന്ന വഴിക്ക് വാക്കിലും പ്രവൃത്തിയിലും സാഹചര്യത്തിലും ചുറ്റുപാടിലും വീടിലും നാട്ടിലും ഓഫീസിലും ഒത്തിരി തല്ല് അടി കൊണ്ടാണ് നീ വന്നതെങ്കിൽ, അടി കൊണ്ടാണ് വന്നതെങ്കിൽ, നീ സ്തോത്രം തല്ല് കിട്ടി അതെ അടിച്ചടിച്ചാണ് നീ വന്നതെങ്കിൽ, യേശുവിൻ നാമത്തിൽ ആർക്കും ഊതിക്കെടുത്തുവാൻ കഴിയാത്ത ജ്വലനം സർവത്ര ജ്വലനം നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, അതെൻ്റെ കാര്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് പറഞ്ഞേ, അതെൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ, ആരെങ്കിലും നോക്കിയില്ലെങ്കിൽ, നോ, സ്തോത്രം, അവർ വേറെ ഏതോ തിയോളജിയിലാണ് വിശ്വസിക്കുന്നത്. പക്ഷെ ഈ വിളക്കിന് പറയാൻ തക്കൊണ്ടും കഴിയും, എന്നിൽ ജ്വലനമുണ്ട്. സ്തോത്രം. ബൈബിൾ പറയുന്നു നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ, തലമുറയായി ഇതിൽ തീ ഉണ്ടായിരിക്കണം. തലമുറയായി തീ ഉണ്ടായിരിക്കണം. ഈ ഫ്രണ്ട് റോയിലിരുന്ന് ബഹളമുണ്ടാക്കുന്ന ഈ പിള്ളേർ തുടങ്ങി അവസാനം വന്നു കയറിയ സഹോദരന് വരെ തലമുറയായി ജ്വലിക്കട്ടെ. പിതാവേ മാതാവേ യേശുവിന്റെ നാമത്തിൽ നീ ജ്വലിച്ചു എങ്കിൽ നിന്റെ തലമുറയും ആ തീയിൽ ജ്വലിക്കുവാൻ പോകുന്നു. നിന്റെ മക്കൾ ശുശ്രൂഷിക്കാൻ പോകുന്നു. നിന്റെ കൊച്ചുമക്കൾ ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുന്നു. ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. കം ഓൺ ക്രൈസ്റ്റ് സെന്റർ. ഇത് സീസണലല്ല, ഇത് ചില മാസങ്ങൾക്കോ ചില വർഷങ്ങൾക്കോ ഉള്ളതല്ല. ഇത് തലമുറയായിട്ടുള്ളത് അത്രേ. കാരണം അതിന് അടി കൊണ്ടാണ് അത് വന്നത്. അടിച്ചടിച്ചാണ് അതിനെ ഉണ്ടാക്കിയത്. മാത്രമല്ല ഇടിച്ചെടുത്തതായ ഒരുവനെയാണ് അതിൽ പകർന്നിരിക്കുന്നത്. നമ്പർ 2, ഇടിച്ചെടുത്തതായ ഒലിവൻ. സ്തോത്രം. തിരുവചനം പറയുന്നു, സ്തോത്രം, ഇടിച്ചെടുത്ത ഒലിവൻ. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതെ 31 മുതൽ 39 വരെ അതിനെ അടിച്ചെടുത്ത് ഉണ്ടാക്കിയെങ്കിൽ പുറപ്പാട് പുസ്തകം 27, 20, 21 ഉടച്ചെടുത്തതായ ഒലിവൻ.
സ്തോത്രം. അടിച്ചുണ്ടാക്കിയ വിളക്കിൽ ഉടച്ച് ഉണ്ടാക്കിയ ഒലിവെണ്ണ. ഒരിക്കൽ കൂടെ, അടിച്ചുണ്ടാക്കിയ നിലവിളക്കിൽ ഉടച്ചെടുത്തതായ ഒലിവെണ്ണ. ഹല്ലേലൂയ. അതിനെ അടിച്ചാണ് ആ വിളക്കുണ്ടാക്കിയത്. പക്ഷെ ഇപ്പോൾ ഉടഞ്ഞ സ്തോത്രം ഒലിവെണ്ണ, ഉടഞ്ഞ സ്തോത്രം, അതെ, ഒലിവിൻ കായിനാൽ ഉടയ്ക്കപ്പെട്ടതായി ഒലിവിൻ കായിനാൽ ഉണ്ടായതായ സ്തോത്രം ഒലിവെണ്ണയാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. അക്കാലത്ത് വേദപുസ്തക ദിവസങ്ങളിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് 7 തരത്തിലാണ് ഒലിവിൻ കായ് അത് ഉടയ്ക്കപ്പെടേണ്ടത്. 7 തരത്തിലാണ് അത് ഉടയ്ക്കപ്പെടേണ്ടത്. നിങ്ങൾക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഒരു ഒലിവിൻ കായ് ഉടയ്ക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു വ്യക്തിത്വം തകർക്കപ്പെടുകയുണ്ടായി. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം വായിക്കുമ്പോൾ, പത്രോസ് യാക്കോബ് യോഹന്നാനെ വിട്ട് യേശു കർത്താവ് മുന്നിലേക്ക് കടന്നുപോയി. 33.5 വയസ്സായപ്പോൾ ആ ഒലിവിൻ കായ് അതെ മൂക്കുന്നത് പോലെ അവൻ മെച്ചൂറായി തീർന്നു. യെരൂശലേം പട്ടണത്തിൽ ചെറുപ്പം മുതലേ അവൻ വരികയാണ്. പക്ഷേ അപ്പോൾ ഉടച്ചാൽ എണ്ണ കിട്ടത്തില്ല. അത് മൂത്താൽ മാത്രമേ എണ്ണ കിട്ടത്തുള്ളൂ എന്നതുപോലെ കർത്താവ് യേശു 33.5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗെത്സമനിയിൽ പ്രവേശിച്ചു. ഗെത്സമനിയിൽ കർത്താവ് പലപ്പോഴും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രാർത്ഥന, ഇപ്പോഴത്തെ പ്രാർത്ഥന വ്യത്യസ്തമാണ്. അന്ന് അവൻ അവസാനമായി മഹാപുരോഹിത പ്രാർത്ഥന ഗെത്സമനിയിൽ ചെയ്യുകയാണ്. തിരുവചനം പറയുന്ന മുഖമടിച്ച് നിലത്ത് വീണു. എൻ്റെ മലയാളത്തിന് പറഞ്ഞ് എനിക്ക് ഫലിപ്പിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ തിരുവനന്തപുരം ബുദ്ധിയിൽ നിങ്ങൾക്ക് ചിന്തിപ്പാൻ കഴിയാത്ത മെൻ്റൽ യേശുവിൻ്റെ മേൽ കടന്നു വന്ന അതീവമായ മാനസിക സംഘർഷം യേശുവിൻ്റെ മേൽ കടന്നു വന്ന് അവൻ്റെ ബ്ലഡ് വെസൽസ് ഉടയ്ക്കപ്പെട്ട് വിയർപ്പിൻ്റെ സ്ഥാനത്ത് രക്തത്തുള്ളി കടന്നു വന്ന സ്തോത്രം. അതേ കർത്താവ് യേശു ക്രിസ്തു ഗെത്സമനിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, വിത്ത് ലൗഡ് വോയിസ് ആൻഡ് വെഹ്മെന്റ് ക്രൈ, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ യേശു കർത്താവ് സ്തോത്രം അതേ ഗെത്സമനിയിൽ സ്തോത്രം അതേ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. മാനസികമായി ഗെത്സമനിയിൽ കർത്താവ് അതേ ഉടയ്ക്കപ്പെട്ടു. ശാരീരികമായി ഗബദ എന്ന കൽത്തളത്തിൽ അവൻ ഉടയ്ക്കപ്പെട്ടു. കേൾക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാടെ. പിലാത്തോസ് പറഞ്ഞു, എന്നെ കൊണ്ടുപോയി ഞാൻ അടിപ്പിച്ച് വിട്ടയക്കും. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 600ഓളം പടയാളികൾ അവർക്കുണ്ട്. അവിടെ കയ്യിൽ ചാട്ടവാറുണ്ട്. 39 പ്രാവശ്യം യേശുവിനെ അടിച്ചു. 39 പുസ്തകമാണ് പഴയ നിയമത്തിലുള്ളത്. ആ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളിൽ പല രോഗങ്ങളെ എഴുതിയിട്ടുണ്ട്. ഞാൻ അല്പം ഫാസ്റ്റാണ്, എന്നാലേ തീരത്തുള്ളൂ. പക്ഷേ പെട്ടെന്ന് പറയട്ടെ, അത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള 39 പുസ്തകങ്ങളിൽ പല രോഗങ്ങളുണ്ട്. അതിൽ നിൻ്റെ ക്യാൻസർ ഉണ്ട്, അതിൽ നിൻ്റെ ഡയബറ്റിക് ഉണ്ട്, അതിൻ്റെ സ്ട്രോക്ക് ഉണ്ട്, അതിൽ നിൻ്റെ ഹൃദയരോഗമുണ്ട്, അതിൽ നിൻ്റെ ബലഹീനതയുണ്ട്, നിൻ്റെ വാതരോഗമുണ്ട്, അതിൻ്റെ ഡയബറ്റിക് ഉണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അതെ ഞാൻ പറയട്ടെ, 39 അടിപ്പിണരുകൾ യേശു ഏറ്റെടുത്തത്. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണറുകളാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഡോക്ടേഴ്സ് റിപ്പോർട്ട് ക്യാൻസൽ ആകട്ടെ. ആർക്കും വേണ്ടേ? ഡോക്ടേഴ്സ് റിപ്പോർട്ട് ക്യാൻസൽ ആകട്ടെ. ഹെൽത്തി ലോങ് ലൈഫ്, ഹെൽത്തി ലോങ് ലൈഫ്, ഹെൽത്തി ലോങ് ലൈഫ്. ആരോഗ്യമുള്ളതായ ദീർഘായുസ് ദൈവകൃപയാൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം, കിടരോഗം നിങ്ങൾക്കുള്ളതല്ല. കാരണം അവൻ അടിക്കപ്പെട്ടു. നിങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുത്തു. മാനസികമായി അവൻ ഉടയ്ക്കപ്പെട്ടു. യേശു കർത്താവ് അടിക്കപ്പെട്ടു, മാനസികമായി ഉടയ്ക്കപ്പെട്ടു. യേശു കർത്താവ് അടിക്കപ്പെട്ടു, ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടു, അതേ മാനസികമായി ഗെത്സമനിയിൽ ഉടയ്ക്കപ്പെട്ടു. ഒരിക്കൽ കൂടി ആ 2 പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിലവിളക്കിനെ സംബന്ധിച്ച്. ഗബദയിൽ യേശു കർത്താവ് അടിക്കപ്പെട്ടു, മാനസികമായി ഗെത്സമനിയിൽ ഉടയ്ക്കപ്പെട്ടു. നിലവിളക്ക് അടിച്ചുണ്ടാക്കി, അതിൽ ഉടച്ച അതേ ഒലിവിൻ കായ് ഇടിച്ചെടുത്തതായ എണ്ണയാൽ അതിൽ നിന്ന് ജ്വലിക്കുന്നു. ആ വിളക്കിനറിയാം അടി എന്താണ്, ആ വിളക്കിനറിയാം ഉടവ് എന്താണ്. ജ്വലിക്കുന്ന ഏത് ദൈവദാസിയെ കാണുന്നു? ജ്വലിക്കുന്ന ഏത് ദൈവദാസനെ കാണുന്നു? ജ്വലിച്ചു ശോഭിക്കുന്ന ആരെ കാണുന്നു? ജ്വലിച്ചു ശോഭിക്കുന്ന ആരെ കാണുന്നു? അവർക്കറിയാം ഉടവ് എന്താണ്, അടി എന്താണ്. എന്നാൽ എത്ര അടി വന്നാലും എത്ര ഉടവ് വന്നാലും നിന്റെ ജ്വലനം തീർന്നു പോകത്തില്ല. ആരെങ്കിലും ആമേൻ പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. എത്ര അടി വന്നാലും എത്ര ഉടവ് വന്നാലും നിന്നെ ഊതിക്കെടുത്തുവാൻ ആർക്കും കഴിയത്തില്ല.
ഒരു ദൂത് പറയട്ടെ, ഒരു ദൂത് പറയട്ടെ, ഒരു പ്രവചന ദൂത് പറയട്ടെ. ഊതി കെടുത്താൻ ശ്രമിക്കും തോറും നീ ആളി കത്തുവാൻ പോകുന്നു. ഊതി കെടുത്തുവാൻ ശ്രമിക്കും തോറും നീ ആളി കത്തുവാൻ വേണ്ടി പോകുന്നു. വിശുദ്ധ സ്ഥലത്തെ ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം നിലവിളക്ക്. വലതുവശത്തേക്ക് നോക്കുമ്പോൾ ദ ടേബിൾ ഓഫ് ദ ഷോ ബ്രെഡ്, കാഴ്ചയപ്പത്തിൻ്റെ മേശ. 12 അപ്പം ആ കാഴ്ചയപ്പത്തിൻ്റെ മേശയിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സ്തോത്രം. ഷോ മീ ദ ഷോ ബ്രെഡ്. നമുക്ക് 12 അപ്പമാണ് അതിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കും, സുരേഷ് ബാബു എന്തുകൊണ്ടാണ് 12 അപ്പം അതിന്മേൽ വെച്ചിരിക്കുന്നത്? നമുക്കറിയാം 12 ട്രൈബ്സ് ആണ്, അല്ലെങ്കിൽ 12 ഗോത്രങ്ങളാണ് ഇസ്രായേലിലുള്ളത്. 12 ഗോത്രങ്ങൾക്ക് 12 അപ്പമാണ് വെച്ചിരിക്കുന്നത്. ഒരാഴ്ച ഈ അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിരിക്കണം. സ്തോത്രം. അതേ വിശുദ്ധ സ്ഥലത്ത് ടാബർനാക്കിളിൽ, സ്തോത്രം, സമാഗമന കൂടാരത്തിൽ ഒരാഴ്ച ഈ അപ്പം ഇരിക്കണം. ഒരാഴ്ച ഈ അപ്പം ഇരുന്നിട്ട്, സ്തോത്രം, അതെന്നാണോ മാറ്റുന്നത്, സാറ്റർഡേ ആ ശബത്ത് ദിവസം മാറ്റുമ്പോൾ അത് പുരോഹിതന്മാർക്ക് കൊടുക്കണം. ഒരാഴ്ച അത് ദൈവസന്നിധിയിൽ ഇരുന്നിട്ടാണ് അത് പുരോഹിതൻ കഴിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, ഗൂഗിൾ പേസ്റ്റ് ചെയ്യുന്നതല്ല ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതായിരിക്കണം. ഞായറാഴ്ച പുൽപ്പിറ്റിൽ നിന്ന് പറയേണ്ടത് ഹല്ലേലൂയ ഏതോ ഡിക്ഷണറി അല്ല, ഏതോ സ്തോത്രം അക്ഷരമല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. വിശുദ്ധ സ്ഥലത്തൊരു പ്രകാശമുണ്ട്. നേരത്തെ പറഞ്ഞതായ സ്തോത്രം ആ കതിര വിളക്കിൻ്റെതായ പ്രകാശം കിടക്കുകയാണ്. ആ ലാമ്പ് സ്റ്റാൻഡിൻ്റെ വെളിച്ചം ഈ അപ്പത്തിന്മേൽ കിടക്കുകയാണ്. ഒരിക്കൽ കൂടെ ആ നിലവിളക്കിൻ്റെ പ്രകാശം, 7 ജ്വലനം ഉണ്ടല്ലോ, ആ ജ്വലനത്തിൻ്റെ പ്രകാശം ഈ അപ്പത്തിൻ്റെ മേൽ കിടക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ വചനത്തിന്മേൽ ഇതിനെ എഴുതിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വീഴുമ്പോഴാണ് അത് റെവലേഷനായി പുറത്തു വരുന്നത്. ഹല്ലേലൂയ. ഈ നിലവിളക്കിന്റെ പ്രകാശം, സ്തോത്രം, ഈ അപ്പത്തിന്മേൽ വീഴുമ്പോഴാണ് അത് വെളിപ്പാടായി സ്തോത്രം പുറത്തു വരുന്നത്. അല്ലാതെ ഹല്ലേലൂയ കോപ്പി പേസ്റ്റ് അല്ല നിന്നെ വിടുവിക്കുന്നത്, നിന്നെ പണിയുന്നത്, നിന്റെ ചോദ്യത്തിന് ഉത്തരം തരുന്നത്, ദൈവം എന്നെ തൊട്ടു എന്ന് പറയുന്നത്, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം വീണതായ വചനത്തിന് മാത്രമേ ജനത്തെ തൊടുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. പറഞ്ഞാട്ടെ, ദൈവസന്നിധി ഇരിക്കുന്നു, ദൈവസന്നിധി ഇരിക്കുന്നു, ദൈവസന്നിധി ഇരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കുക. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഊറ്റിരിക്കുക. ദൈവത്തിൻ്റെ ചലനം കൊണ്ട് നടന്ന്, ദൈവിക ചലനം കണ്ട് സകല ദൈവദാസന്മാരും തോന്നിയതുപോലെ ജീവിച്ചവരല്ല, അവർ ദൈവസന്നിധിയിൽ വില കൊടുത്തിരുന്നവരാണ്. മനുഷ്യൻ അറിയണ്ട, മനുഷ്യനല്ല മാർക്കിടേണ്ടത്. കാരണം മനുഷ്യൻ വോട്ടിട്ടല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്, മനുഷ്യനല്ല തിരഞ്ഞെടുത്തത്, സർവശക്തനായ ദൈവമാണ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. സ്തോത്രം. സുഹൃത്തിൻ്റെ എൻ്റെയും ഒരു ഫ്രണ്ടാണ്, സ്തോത്രം, അത് ലുധിയാനയിലുള്ള വർഷിപ്പ് ലീഡർ, സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസൻ, സ്തോത്രം, വിൽസൺ ജോർജ് സ്തോത്രം, വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേമായിരുന്നു ജീസസ് കോൾസ് മീറ്റിങ്ങിന് പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യാൻ ബോംബെയിൽ എത്തിയത്. ബോംബെ വലിയൊരു മീറ്റിംഗ് ബ്രദർ DGS ദിനകരൻ പ്രസംഗിക്കുകയാണ്. സ്തോത്രം. 1-ാമത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞു. പക്ഷേ അന്ന് രാത്രിയിൽ തന്നെ അങ്കിൾ DGS ദിനകരൻ വിൽസൺ ജോർജിൻ്റെ അടുക്കൽ മെസ്സഞ്ചറിനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ 9 മണിയാകുമ്പോൾ നീ ഹോട്ടലിൽ വരണം, അല്പനേരം നമുക്ക് പ്രാർത്ഥിക്കാം വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി.
അല്പനേരം പ്രാർത്ഥിക്കാം. ഓക്കെ, 10 മിനിറ്റ് ആയിരിക്കോ അല്ലെങ്കിൽ അരമണിക്കൂറായിരിക്കോ പ്രാർത്ഥിപ്പാൻ വേണ്ടി 9 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്തോത്രം റൂമിൽ പാസ്റ്റർ വിൽസൺ ജോർജ് എത്തി. വൈകിട്ട് സ്തോത്രം വലിയ മീറ്റിംഗ് നടക്കുകയാണ്. പകൽ മീറ്റിങ്ങിന് പോൾ ദിനകരൻ അവർ പ്രസംഗിക്കാൻ വേണ്ടി കടന്നുപോയി. DGS അങ്കിളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്റ്റെല്ല ദിനകരനുണ്ട്. ആ ഹോട്ടൽ റൂമിൽ അദ്ദേഹം കടന്നുപോയി. സ്തോത്രം ഒക്കെ ചില വിശേഷം ചോദിച്ചു, ചായ കൊടുത്തു, പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ മുട്ടുമടക്കി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പാസ്റ്റർ വിൽസൺ ജോർജ് എന്നോട് പറഞ്ഞത്, ആ മനുഷ്യൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തലമേൽ ഒരു വെള്ളച്ചാട്ടം വീഴുന്ന പോലെ എനിക്ക് തോന്നി. ആ മനുഷ്യൻ്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ റൂമിൽ ഒരു കാറ്റ് വീശുന്നത് പോലെ എനിക്ക് തോന്നി. 9 മണിക്ക് രാവിലെ ഞങ്ങൾ അന്യഭാഷ പറഞ്ഞു തുടങ്ങി. അവസാനം വാച്ച് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിയായി. 6 മണിക്കൂർ നേരം പെരുമ്പറ മുഴങ്ങുന്നത് പോലെ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, 6 മണിക്കൂർ നേരം പെരുമ്പറ മുഴങ്ങുന്നത് പോലെ അന്യഭാഷകൾ പ്രാർത്ഥിച്ച് 6 മണിക്കൂർ നേരം വിത്ത് തണ്ടറിംഗ് വോയിസ് അന്യഭാഷകൾ പ്രാർത്ഥിച്ചു. വൈകിട്ട് കയറി വരുമ്പോൾ 2 ലക്ഷം പേർ ആ മീറ്റിങ്ങിന് ആ ഗ്രൗണ്ടിൽ നിറഞ്ഞ കവിയാനുണ്ടായിരുന്നു. ബോളിവുഡ് സ്റ്റാറുകൾ, സ്തോത്രം, ഹിന്ദി ചലച്ചിത്ര വേദിയിലുള്ളതായ ചലച്ചിത്ര മേഖലയുള്ള ബോളിവുഡ് സ്റ്റാറുകൾ, പൊളിറ്റീഷ്യൻസ്, 2 ലക്ഷത്തിലധികം ആൾക്കാരുണ്ടായിരുന്നു. ദൈവദാസൻ വന്നത് സ്തോത്രം അതെ തോന്നി വഴിക്ക് ഊടാടി സഞ്ചരിച്ചിട്ടല്ല. He came from the presence of God. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നാണ് വന്നത്. ആരോ ഇന്ന് പകൽ തുറച്ചു നോക്കുന്നു, ആരോ ഇന്ന് പകൽ അതേ ക്രിട്ടിസൈസ് ചെയ്യുന്നു, കുറ്റം പറയുന്ന ഈ ജനത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, വില മനസ്സിലാക്കാത്ത ജനത്തിന്റെ നടുവിൽ അതേ വെല്ലുവിളി ഏറ്റെടുത്ത ദൈവകൃപയാൽ പറ, I came from the presence of God. Hallelujah. തെളിയിക്ക്, ഞാൻ വന്നത് സെമിനാരിയിൽ നിന്നല്ല, ഞാൻ വന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. മൺഡേ ടു സാറ്റർഡേ അപ്പം ഇരിക്കുന്നത് ആ നിലവിളക്കത്തിന് വെളിച്ചത്തിൽ എന്നതുപോലെ ഒരേ ഒരു ജീവിതം നീ ഇരിക്കേണ്ടത് ഏതോ ഗേൾ ഫ്രണ്ടിന്റെ മുമ്പിലോ അമ്മാമ്മയുടെ മുൻപിലോ അല്ല. നീ ഇരിക്കേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ. Hallelujah. Brother Suresh Babu, what's the secret of the success of the ministry? പറയാം, സ്തോത്രം, പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്ക്. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹം നിന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കും. കൈയടിക്കുന്നവർ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്ക്. കാഴ്ചയപ്പത്തിന്റെ മേശയുടെ മേൽ വീണ് കിടക്കുന്നത് ഗൂഗിൾ അല്ല, ട്വിറ്റർ അല്ല, ഫേസ്ബുക്ക് അല്ല, ഏതോ അമേരിക്കക്കാരൻ പണ്ട് പ്രസംഗിച്ചതിന്റെ ബാക്കിയല്ല. പകരം നിലവിളക്കിന്റെ വെളിച്ചത്തിൽ സ്തോത്രം അപ്പം ഇരിക്കുകയാണ്. മോഷണം നിർത്ത്, മറ്റുള്ളവന്റെ പ്രസംഗം മോട്ടിക്കുന്നത് നിർത്ത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. കള്ളന്മാരും കള്ളികളും ദൈവസന്നിധിയിൽ കാണത്തില്ല. വല്ലവന്റെ ഛർദിലല്ല നീ പറയേണ്ടത്, പകരം ദൈവത്തിൽ നിന്ന് ഒറിജിനലി പ്രാപിക്ക്. Come on, കൈയടിക്കുന്നവർ നേരെ കൈയടിക്ക്. കാഴ്ചയപ്പത്തിന്റെ മേശ സ്തോത്രം വലതുവശത്തിരിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് ഇടതുവശത്ത് നോക്കുമ്പോൾ ലാമ്പ് സ്റ്റാൻഡ്, അതെ കതിരവിളക്കാണ്. വലതുവശത്തെ കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. നേരെ മുന്നിലേക്ക് നോക്കുമ്പോൾ ദ ആൾട്ടർ ഓഫ് ഇൻസെൻസ്, അർത്ഥം സ്തോത്രം ധൂപപീഠം ഇരിക്കുകയാണ്. ധൂപപീഠം സ്തോത്രം, അവിടെ ഇൻസെൻസ്, അവിടെ വിവിധ ക്രമത്തിലുള്ള സ്പൈസസിനെ ധൂപവർഗത്തെ അതെ എരിക്കുവാൻ അല്ലെങ്കിൽ മണത്തിന് വേണ്ടി ധൂപവർഗത്തെ കത്തിപ്പാൻ തക്കണം തീ ആവശ്യം. സ്തോത്രം. എവിടെ നിന്നാണ് തീ വരുന്നത്? ശ്രദ്ധിക്ക്. അഹരോനോ നാദാനോ അബീഹുവോ വീട്ടിലെ അടുപ്പിൽ നിന്ന് ചായട്ടൻ്റെ ബാക്കി മറ്റേ തീയുമായിട്ടല്ല വരുന്നത്. സമാഗമന കൂടാരത്തിലെ സ്തോത്രം ആൾട്ടർ ഓഫ് ഇൻസെൻസ് കത്തിക്കാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആൾട്ടർ ഓഫ് ഇൻസെൻസ് കത്തിക്കാൻ, ധൂപപീഠം കത്തിക്കാൻ പുരോഹിതൻ വീട്ടിൽ നിന്ന് ചൂട്ടുമായിട്ടല്ല ഇറങ്ങുന്നത്. അതേ പുരോഹിതൻ അമ്മായിയപ്പൻ്റെ വീട്ടിൽ നിന്ന് മണ്ണെണ്ണയുമായിട്ടല്ല ഇറങ്ങുന്നത്. ഈ അകത്തുള്ളതായ ഈ ധൂപം കത്തിക്കാൻ, കേക്ക് കൈയടിക്കാൻ വരട്ടെ, അകത്തുള്ളതായ ധൂപം കത്തിക്കാൻ പുറത്ത് യാഗപീഠത്തിൽ നിന്നാണ് സ്തോത്രം തീ എടുക്കുന്നത്. പുറത്ത് യാഗമുണ്ടെങ്കിൽ മാത്രമേ അകത്ത് മണമുള്ളൂ. പുറത്ത് യാഗമുണ്ടെങ്കിൽ മാത്രമേ അകത്ത് മണമുള്ളൂ. രണ്ടുപേരെ തൊട്ട് മോത്തോക്ക് ചോദിക്കുക, ത്യാഗം ഉണ്ടെങ്കിലേ മണമുള്ളൂ. പറഞ്ഞോട്ടെ,
ത്യാഗം ഉണ്ടെങ്കിലേ മണമുള്ളൂ. ത്യാഗം ഉണ്ടെങ്കിലേ മണമുള്ളൂ. ഇല്ലെങ്കിൽ നീ നാറിപ്പോകും. പലരും നാറുന്നത് പോലെ നാറിപ്പോകും. ജീവിതം നാറാനുള്ളതല്ല, നാറ്റിപ്പിപ്പാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളുടെ നടുവിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രിസ്തുവിന്റെ വാസനയായി നിൽക്കാൻ, കർത്താവിന്റെ സൗരഭ്യ വാസനയായി നിൽപ്പാൻ ഇന്ന് പകൽ സഭയ്ക്ക് ഞാൻ ആഹ്വാനം നൽകുന്നു. പുറത്തൊരു യാഗപീഠം ഉണ്ടാകട്ടെ. ത്യാഗത്തോടെ ജീവിക്കുക, ത്യാഗത്തോടെ ജീവിക്കുക. ഇന്ന് സ്തോത്രം, സഭയ്ക്ക് പരിചയമില്ലാത്തതായ വാക്കാണ് ത്യാഗം. ഇന്ന് സഭയ്ക്ക് പരിചയമില്ല ത്യാഗം. ത്യാഗം എന്തെന്നറിയത്തില്ല. ഇന്ന് സുഖിയന്മാരുടെ പറുദീസയായി സുവിശേഷ വേല, ഇന്ന് ബിസിനസ്സുകാരുടെ പറുദീസയായി സുവിശേഷ വേല. ഐ വോണ്ട് കെയർ. നിങ്ങൾ എത്ര പേര് എന്നെ കല്ലെറിഞ്ഞാലും ക്രിട്ടിസൈസ് ചെയ്താലും ഐ വോണ്ട് കെയർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം പല അണ്ണന്മാർ ഇതല്ല നിങ്ങളെ പഠിപ്പിച്ചത്. നീ വഞ്ചിക്കപ്പെട്ട് കിടക്കുക, നീ തെറ്റിപ്പോയി. അത് വേറൊരു സുവിശേഷം, അത് വേറൊരു ആത്മാവ്, അത് വേറൊരു ക്രിസ്തുവാ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ദൈവപുത്രനായ യേശുവിനെ കുറിച്ച്. നിങ്ങളുടെ സ്തോത്രകാഴ്ച ദശാംശവുമായി കൊണ്ടുപോകാൻ കുട്ടിച്ചാക്കുമായിട്ടല്ല ബ്രദർ സുരേഷ് ബാബു എന്ന് വന്നിരിക്കുന്നത്. പുറത്ത് യാഗപീഠമുണ്ടെങ്കിൽ അകത്ത് മണമുണ്ടെന്ന്. പുറത്ത് യാഗമുണ്ട്, അകത്ത് മണമുണ്ട്. തെളിയിക്ക്. സുവിശേഷ വേല എന്ന് പറയുന്നത് പേരിനുള്ളതല്ല, സുഖിക്കാനുള്ളതല്ല, പൈസ സമ്പാദിക്കാനുള്ളതല്ല, യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ളതല്ല, ജനത്തിന്റെ കയ്യടി ഉണ്ടാക്കാനുള്ളതല്ല, സഭയെ ഫാൻസ് അസോസിയേഷൻ ആക്കാനുള്ളതല്ല. പകരം ഇറ്റ്സ് എ ബേണിംഗ് കാൻഡിൽ. ബേണിംഗ് കാൻഡിൽ എത്രത്തോളം ഉരുകുന്നു അത്രത്തോളം ജ്വലിക്കുന്നു. എത്രത്തോളം എത്രത്തോളം ഉരുകുന്നു അത്രത്തോളം ജ്വലിക്കുന്നു. പുറത്തെ സ്തോത്രമധ്യ ത്യാഗമുണ്ടോ, പുറത്തെ യാഗമുണ്ടോ? പുറത്തെ യാഗപീഠത്തിൽ നിന്നാണ് അകത്ത് നറുമണം പൊങ്ങുന്നത്. ഡേവിഡ് ലിവിൻസനെ കുറിച്ച് പറയട്ടെ. ഒരു ദിവസം കുതിര ഓടിച്ചു പോകുമ്പോൾ അതേ സ്തോത്രം അദ്ദേഹത്തിന്റെ കണ്ണിലൊരു കോല് കുത്തിക്കയറിയെന്ന്, കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടെന്ന്. ഒരു ദിവസം ശുശ്രൂഷയുടെ ആരംഭത്തിൽ കുറ്റിക്കാട്ടിലൂടെ പോകുമ്പോൾ സിംഹം വന്ന് തൻ്റെ മേൽ ചാടി വീണെന്ന്, ആൾമോസ്റ്റ് ആ കൈ നഷ്ടപ്പെട്ടെന്ന്. ഒറ്റ കൈ, 1.5 കൈ ഉള്ളവനുമായി 28 വർഷം ഡേവിഡ് ലിവിൻസൺ ആഫ്രിക്കയിൽ സഞ്ചരിച്ചു. ഒരു കൈ അല്ലെങ്കിൽ 1.5 കൈയനായി വേദന സഹിച്ച്, പകല് വേദന, രാത്രി വേദന, ആഹാരം കഴിക്കുമ്പോൾ വേദന, കുളിക്കുമ്പോൾ വേദന, ഉറങ്ങാൻ കിടക്കുമ്പോൾ വേദന. അതേ വേദനയിൽ ജീവിച്ചു. സഭകൾക്ക് വേദനയിൽ ആ ദൈവദാസൻ ജീവിച്ചു. സുഖിച്ചല്ല ജീവിച്ചത്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞല്ല ജീവിച്ചത്, മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടിയല്ല ജീവിച്ചത്, വേറുള്ളവനെ തൂക്കി നോക്കിയല്ല ജീവിച്ചത്. പരീശനെ മാനസാന്തരപ്പെട്, വേദനയിൽ വില കൊടുത്ത് ജീവിച്ചു. 28 years, 28 വർഷം ത്യാഗത്തോടെ വേദനയോടെ ജീവിച്ചു. 28 വർഷം കഴിഞ്ഞപ്പോൾ 28 ലക്ഷം പേരെ കർത്താവിന് വേണ്ടി താൻ നേടുകയുണ്ടായി. ഹല്ലേലൂയ. ഈ തലമുറയിൽ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ബോയ്സ് എന്ന പകൽ തീരുമാനിക്കുന്നു, ഞാൻ ശുശ്രൂഷയ്ക്കുണ്ട്, എനിക്ക് ക്രിസ്തുവിന്റെ നറുമണം സ്തോത്രം അതേ ചുമക്കണം. വിശുദ്ധ സ്ഥലത്ത് ഭയങ്കര മണമാണ്, അതിപരിശുദ്ധ സ്ഥലത്തും ഭയങ്കര മണമാണ്. വിശുദ്ധ സ്ഥലത്ത് ഭയങ്കര മണമാണ്, അതിപരിശുദ്ധ സ്ഥലത്തും അതേ മണമാണ്. ആരോ ഇന്ന് പകൽ തീരുമാനിക്കട്ടെ, എൻ്റെ ഒരേ ഒരു ലൈഫ് ഞാൻ നാറാൻ കൊടുക്കത്തില്ല. കേട്ടില്ല, ഞാൻ നാറാൻ കൊടുക്കത്തില്ല. ഒത്തിരി അച്ഛന്മാരും അച്ചാച്ചന്മാരും നാറിയ ഈ ഫീൽഡിൽ ഞാൻ നാറാൻ കൊടുക്കത്തില്ല. ഞാൻ ചുമക്കുന്നത് ക്രിസ്തുവിന്റെ സൗരഭ്യമായിരിക്കും. ഹല്ലേലൂയ. 3 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നാറാൻ വിട്ടുകൊടുക്കല്ലേ. പറഞ്ഞാട്ടെ, നാറാൻ വിട്ടുകൊടുക്കല്ലേ. നാറ്റിപ്പിക്കാൻ വരുന്ന പെണ്ണുങ്ങളുണ്ട്, നാറ്റിപ്പിക്കാൻ വരുന്ന ആണുങ്ങളുണ്ട്, നാറ്റിപ്പിക്കാൻ വരുന്ന കാര്യങ്ങളുണ്ട്. അവിടെയാണ് നിന്റെ പുരുഷത്വം വെളിപ്പെടേണ്ടത്. മാറി നിൽക്ക്. പവർ ടു സേ നോ. Power to say no. പുറത്ത് യാഗമുണ്ടോ, അകത്ത് മണമുണ്ട്. കേട്ടുവിടല്ലേ, ഇത് തിയറി അല്ല. ഓ, എനിക്ക് ചുമക്കണം, നറുമണമുണ്ട്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ നിന്നതല്ല, ഞാൻ നിന്നതല്ല, അപ്പച്ചൻ നിർത്തിയതാണ്.
ഇപ്പം വീഴും, പിന്നെ വീഴും, ഇപ്പം കെട്ടും, പിന്നെ കെട്ടും, പിന്നെ കെട്ടും, ഇപ്പം കെട്ടും. പാപിശാചേ, യേശുവിന്റെ നാമത്തിൽ ഒരേ ഒരു ജീവിതം, നാറ്റമല്ല ഞാൻ ചുമക്കുന്നത്, അവന്റെ നർമ്മണമാണ് ഞാൻ ചുമക്കുന്നത്. പുറത്ത് യാഗപീഠമുണ്ടെങ്കിൽ അകത്ത് നർമ്മണമുണ്ട്. അതെ, പുറത്ത് ത്യാഗമുണ്ടോ അകത്ത് ജ്വലനമുണ്ട്. പുറത്ത് ത്യാഗമുണ്ടോ അകത്ത് ജ്വലനമുണ്ട്. സുവിശേഷ വേല എന്ന് പറയുന്നത് പേരെടുക്കുന്നതല്ല. യൂറോപ്പ് വഴി അമേരിക്ക ചാടുന്നതല്ല സുവിശേഷം. കസേര കളിയല്ല സുവിശേഷം. അമിതാഭ് ബച്ചനെ പോലെ സൂപ്പർ സ്റ്റാർ ആകുന്നതല്ല സുവിശേഷം. നിന്റെ തലേന്നത് ഇറങ്ങിപ്പോകട്ടെ. കള്ളമാത്, പച്ചക്കള്ളം, ഹിമാലയം ബ്ലണ്ടറാത്. ഹിമാലയം ബ്ലണ്ടർ, പേര്, പ്രസിദ്ധി, സ്ഥാനം, മാനം. അങ്കിളിനെ പോലെ യാത്ര ചെയ്യാം അല്ലേ മക്കളെ? ചെത്ത അല്ലേ ഞായറാഴ്ച? എന്താ സുവിശേഷമല്ല? സമയത്തിന് ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ, അരവയറുമായ ജീവിതം, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളെ മാറ്റിവെക്കുന്നത്, അതേ പിശാച് ഒരുക്കുന്ന കെണികളിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നത്. പുറത്ത് ത്യാഗമുണ്ടോ അകത്ത് മണമുണ്ട്. കേൾക്കുന്ന ആമേൻ പറഞ്ഞേ. നേരം പോയി എല്ലാ വാച്ചും നിൽക്കട്ടെ പെട്ടെന്ന്. സ്തോത്രം. അതെ, വിശുദ്ധ സ്ഥലത്ത് നിലവിളക്കുണ്ട്, കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്. സ്തോത്രം. ധൂപ പീഠമുണ്ട്. ഇതിൻ്റെ ഓരോ ഇൻസ്ട്രുമെൻറ്റും വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെ യാത്രേ. ധൂപപീഠം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം. ഏത് പുസ്തകം പറയുന്നു? വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് സ്തോത്രം ഈ ധൂപം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. വെളിപ്പാട് 8:4. പിതാവായ ദൈവത്തിൻ്റെ വലുതുഭാഗത്ത് നിന്നുയർന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവത്തിനും മനുഷ്യർക്ക് മധ്യേ ഒരേ ഒരു മധ്യസ്ഥൻ, അവൻ്റെ പേരാണ് യേശു. അതെ, പ്രാർത്ഥന എന്ന ധൂപം. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. 2000 വർഷമായി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, സ്തോത്രം. അതെ, പ്രാകാരം കടന്നു, വിശുദ്ധ സ്ഥലം കടന്നു. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ. വെൽക്കം ടു ഹോളി ഓഫ് ഹോളീസ്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സ്വാഗതം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് സ്വാഗതം. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ വേണം അത് പറവാൻ. 2 മിനിറ്റ് കൊണ്ട് പറയട്ടെ. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ 2 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, 2 കാര്യങ്ങളാണ് ഒരുമിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ നിയമപെട്ടകവും, സ്തോത്രം, അതെ, അതിൻ്റെ മുകളിലുള്ളതായ കൃപാസനവും. ദൈവത്തിൻ്റെ നിയമപെട്ടകവും അതിൻ്റെ മുകളിലുള്ളതായ കൃപാസനവും. കൃപാസനത്തിന് മുകളിൽ ആ 2 കെരൂബുകളുണ്ട്. ആ കെരൂബുകളുടെ മധ്യത്തിൽ ഷെക്കന ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം വീണ് കിടക്കുന്നു. ഷെക്കന ഗ്ലോറി, ദൈവത്തിൻ്റെ അതേ കൃപാസനത്തിന് മുകളിൽ വീണ് കിടക്കുന്നു. 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസത്തിലും 12 മാസത്തിലും അതിന്മേൽ മഹത്വം ഉണ്ടായിരിക്കും. പാടുമ്പോൾ മാത്രമല്ല മഹത്വം പറയുന്നത്, പ്രാർത്ഥനയിൽ മാത്രമല്ല മഹത്വം അനുഭവിക്കണം, മഹത്വം കൊണ്ട് നടക്കണം. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞേ. മഹത്വം അനുഭവിക്കണം, മഹത്വം കൊണ്ട് നടക്കണം. പുറത്ത് മഹത്വം വേണമെങ്കിൽ അകം പൊള്ളയാകല്ല. പോയി പുറത്ത് മഹത്വം വേണമെങ്കിൽ അകം പൊള്ളയാകല്ല. ഒത്തിരി ആത്മീയ കാപട്ടിക്കാർ എൻ്റെ മുൻപിൽ ഇരിപ്പുണ്ട്. ഒന്നാണ് അകത്ത് നടക്കുന്നത്, പക്ഷെ മറ്റൊന്നാണ് പുറത്ത് കാണിക്കുന്നത്. ഇന്നത്തോടെ ആ നാടക കമ്പനി പൂട്ടപ്പെടുമാറാകട്ടെ. ആത്മീയ കാപട്യങ്ങൾ വിട്ടുപോകട്ടെ. മനുഷ്യനെ നിനക്ക് കളിപ്പിക്കാം, അഗ്നി ജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവത്തെ നിനക്ക് കളിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്ന പഴയ നിയമത്തിന്റെ ന്യായവിധിയല്ല, ന്യായപ്രമാണമല്ല, പുതിയ നിയമത്തിന്റെ കൃപയുടെ സുവിശേഷമാണ്. കാരണം സഭ എന്ന് പറയുന്നത് തോന്നിയ വഴിക്ക് നടന്നാൽ ഈ മഹത്വം കിട്ടത്തില്ല മക്കളെ. ഇഫ് യു റിയലി നീഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നീ ചുമക്കണമെങ്കിൽ, ദൈവത്തിന്റെ മഹത്വത്തിൽ നീ ശുശ്രൂഷിക്കണമെങ്കിൽ വില കൊടുത്തേ പറ്റത്തുള്ളൂ. 2 പേരെ തൊട്ട് പറ. ഷോർട്ട് കട്ട് നടക്കത്തില്ല. പറഞ്ഞേ. കുറുക്ക് വഴിയില്ല. നീ വില കൊടുത്തേ പറ്റത്തുള്ളൂ. പറയുന്ന ഞാനാകട്ടെ, കേൾക്കുന്ന നീയാകട്ടെ, ജീവിക്കേണ്ട വണ്ണം ജീവിച്ചാൽ മാത്രമേ എത്തേണ്ടടുത്ത് എത്തത്തുള്ളൂ. ജീവിക്കേണ്ട വണ്ണം ജീവിച്ചാൽ മാത്രമേ ചുമക്കേണ്ടത് ചുമക്കുവാൻ കഴിയത്തുള്ളൂ. പുറത്ത് മഹത്വമുള്ളത്, അകത്ത് പൊള്ളയല്ല. 9:4 തിരുവചനം പറയുന്നു. എബ്രായർ 9:4 വായിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് അകത്തുള്ളത്. 3 കാര്യങ്ങൾ. നമ്പർ 1, നിയമത്തിൻ്റെ കൽപ്പലക. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്താണ് നിയമത്തിൻ്റെ കൽപ്പലക? നിയമത്തിൻ്റെ കൽപ്പലക. മോശയ്ക്ക് അതെല്ലാം നിവർത്തിപ്പാൻ കഴിഞ്ഞില്ല. എഴുതിക്കൊണ്ടുപോയത് മോശയാണ്. ആദ്യം എഴുതി കൊടുത്ത പൊട്ടിച്ചു കളഞ്ഞല്ലോ. എഴുതിക്കൊണ്ടുപോയത് മോശയാണ്. എഴുതാൻ എന്തോ എളുപ്പമാണ്.
എഴുതാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതനുസരിച്ച് ജീവിക്കാൻ പ്രയാസമാണ്. എന്തൊരു ശാന്തത! നീട്ടിപ്പിടിച്ച് എഴുതാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ എഴുതുന്നതല്ല, പറയുന്നതല്ല, അതനുസരിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ നിയമത്തിൻ്റെ കൽപ്പലക 2000 വർഷങ്ങൾക്ക് മുമ്പ് അത് മുഴുവൻ നിവൃത്തിയാക്കി. ഒരാൾ മാത്രം ആമേൻ പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കൽപ്പനയുണ്ടല്ലോ, ക്രിസ്തു നിവൃത്തിയാക്കി. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം ആ ശബ്ദം ഉയർന്നു കേട്ടത്, ടെറ്റലസ്റ്റായി, സകലതും നിവൃത്തിയായി. എന്ത് തോംസൺ, സ്തോത്രം, സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. യേശു കർത്താവ് ന്യായപ്രമാണത്തെ മുഴുവൻ നിവർത്തിയാക്കി. മത്തായി സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, ന്യായപ്രമാണം നീക്കാനല്ല, പകരം എന്താ പറ നിവർത്തിക്കാനത്രേ ഞാൻ വന്നത്. ഒരിക്കൽ കൂടെ, നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനത്രേ വന്നത്. സോ അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചു, ദൈവത്തിൻ്റെ വചനപ്രകാരം മരിച്ചു. യേശുവിൻ്റെ ജീവിതം വചനം ഫുൾഫിൽ ചെയ്തു. യേശുവിന്റെ ക്രൂശിലെ മരണം അതേ ഫുൾഫിൽ ചെയ്തു. ഒരേ ഒരു ജീവിതം വചനം നിവർത്തിക്കണം. നമ്പർ 2, രണ്ടാമത് ആ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിലിരിക്കുന്നത്, സ്തോത്രം, അതേ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? മന്ന ഇട്ട് വെച്ച പൊൻപാത്രം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 32, യോഹന്നാൻ സുവിശേഷം 49 മുതൽ 51 വരെ. യോഹന്നാൻ 6 തന്നെയാണ്, 32, 49 മുതൽ 51 വരെ തിരുവചനം പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമായി ജീവനെ കൊടുക്കുന്നത് അത്രേ എൻ്റെ ആഹാരം. അതേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമായി ജീവനെ കൊടുക്കുന്നത് അത്രേ മന്ന, ജീവനെ കൊടുക്കുന്നത് മന്ന. സോ തിരുവചനം നിവൃത്തിയാക്കി, രണ്ടവൻ ജീവനെ കൊടുത്തു. ഒരിക്കൽ തിരുവചനം നിവൃത്തിയാക്കി, മന്ന ജീവനെ കൊടുത്തു. ഒന്നാമത്തെ കാര്യം തിരുവചനം നിവൃത്തിയാക്കി, രണ്ടാമത്തെ കാര്യം അവൻ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്തായിരിക്കും? അഹരോന്റെ വടി തളർത്തു. അഹരോന്റെ വടി തളർത്തു. ഗ്ലോറി, ഹല്ലേലൂയ. ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ഒരു മാസ്റ്റർ മെസ്സേജ് ആണ് അത്, ബെറ്റർ റോഡ് ഓഫ് ആരോൻ. അഹരോന്റെ വടി തളർത്തു. സ്തോത്രം, അതെ, തളർക്കപ്പെട്ട അഹരോന്റെ വടിയാണ് മൂന്നാമതിരിക്കുന്നത്. അഹരോന്റെ കോളിംഗ് ആണ് അഹരോന്റെ വടി, അഹരോന്റെ നിയോഗമാണ് അഹരോന്റെ വടി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ ഒരു ബദാമിന്റെ കൊമ്പിനെ മുറിച്ചെടുത്തതാണ് സ്തോത്രിമി അഹരോന്റെ വടി. ഉണങ്ങിയ വടിയാണ്, ഉണങ്ങിയ വടി. ഇതിൽ അടുപ്പത്ത് വെക്കാനേ കൊള്ളത്തുള്ളൂ. ഈ വടി കൊണ്ട് ഒരു പ്രയോജനമില്ല. ഉണങ്ങിപ്പോയി ജീവിതം, ഉണങ്ങിപ്പോയി. പണ്ടുണ്ടായിരുന്നു ജീവൻ, ഇപ്പം എല്ലാം പോയി, ഇപ്പം എല്ലാം ഉണങ്ങിപ്പോയി. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, റിസറക്ഷൻ ആൻഡ് ലൈഫ് വന്നിട്ടുണ്ട്. ഉണങ്ങിയ വടിയാണ്. മഹത്വത്തിന് മുൻപിലാണോ ഇരിക്കുന്നത്? നീ വീണ്ടും പൊട്ടിക്കിളിർക്കുവാൻ വേണ്ടി പോകുന്നു. നീ പലർക്കും ഒരു അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. പലർക്കും നീ അത്ഭുതമാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ മണ്ണില്ല, അവിടെ വളമില്ല, അവിടെ വെള്ളമില്ല, സൂര്യപ്രകാശമില്ല. മണ്ണില്ല, വളമില്ല, വെള്ളമില്ല, സൂര്യപ്രകാശമില്ല. പക്ഷെ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ അത് തളിർത്തു, പൂത്തു, അത് ഫലം കായ്ച്ചു. ഹല്ലേലൂയ. മണ്ണില്ല, വളമില്ല, വെള്ളമില്ല, സൂര്യപ്രകാശമില്ല. സ്തോത്രം. ആരൊക്കെയോ പറഞ്ഞു കാണാൻ, ഞങ്ങളില്ലാതെ നീ ജീവിക്കുന്ന കാണട്ടെ, ഞങ്ങളില്ലാതെ നീ ജീവിക്കുന്ന കാണട്ടെ. കമോൺ, ഈ ലോകത്തിൽ സൂര്യന്മാർ പടിഞ്ഞാറ് അസ്തമിക്കും, പക്ഷെ അസ്തമിക്കാത്ത ഒരു സൂര്യനെ എനിക്കറിയാം. അസ്തമിക്കാത്ത ഒരു സൂര്യനെ എനിക്കറിയാം. എൻ്റെ മഹത്വത്തെ ഞാൻ മറ്റൊരുത്തിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് പറയുന്നു, കുട്ടി, നീ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്ക് നുറുങ്ങുന്നവരെ, ഒറ്റയ്ക്ക് കരയുന്നവരെ, ഒറ്റയ്ക്ക് കിടന്ന് പിടയുന്നവരെ, ഒറ്റയ്ക്ക് അപവാദത്തിന്മേൽ അപവാദം, മുറിവിന്മേൽ മുറിവ് കാണുന്നവരെ, ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യെസ്. 3 പേരെ തൊട്ട് പറ, 3 പേരെ തൊട്ട് പ്രവചിച്ചു പറ, നിങ്ങൾ തളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. പെട്ടെന്ന് പറ. 3 പേരെ തൊട്ട് പറ, നിങ്ങൾ തളിർക്കും, പൂക്കും, ഫലം കായ്ക്കും. നീ തളർത്തില്ലെങ്കിൽ പിന്നെ ആരാ തളിർക്കുന്നത്? നീ പൂത്തില്ലെങ്കിൽ പിന്നെ ആരാ പൂക്കുന്നത്? നീ ഫലം കായ്ച്ചാലേ പിന്നെ ആരാ ഫലം കായ്ക്കുന്നത്? നീ തളിർക്കും, നീ പൂക്കും, നീ ഫലം കായ്ക്കും.